സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യേ നമ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ഹര നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. തുടർന്ന് വ്യാസൻ ജനമേജയനോട് സത്യവ്രതൻ്റെ കഥ പറയാം എന്ന് പറഞ്ഞപ്പോൾ ജനമേജയൻ ചോദിക്കുകയാണ്, കോസൗ സത്യവ്രതോ നാമ ബ്രാഹ്മണോ ദ്വിജസത്തമ കസ്മിൻ ദേശേ സമുത്പന്ന കീദൃശ്ച വദസ്വമേ. സത്യവ്രതൻ എന്ന് പറയുന്ന ഈ ബ്രാഹ്മണശ്രേഷ്ഠൻ ആരാണ്, ഏത് ദേശക്കാരനാണ് എന്നീ കാര്യങ്ങൾ എന്നോട് പറയൂ. കഥം തേന ശ്രുതശബ്ദ കഥമുച്ചാരിത പുന സിദ്ധിശ്ച കീദൃശീദാത തസ്യ വിപ്രസ്യ തക്ഷണാത്. അദ്ദേഹം എങ്ങനെയാണ് ആ ശബ്ദം ഐ എന്ന ശബ്ദം ഉച്ചരിക്കുവാൻ കാരണമായത്? കഥം ദുഷ്ടാ ഭവാനീ സാ സർവജ്ഞ സർവസംസ്ഥിത വിസ്തരേണ വദസ്വാദ്യ കഥമേതം മനോരമാം. മനസ്സിനെ രമിപ്പിക്കുന്ന മനോഹരമായ ആ കഥ അങ്ങ് എന്നോട് വിസ്തരിച്ച് പറയുക. എങ്ങനെ ആ ഭവാനി ദേവി ആ സത്യവ്രതനിൽ സന്തുഷ്ടനായി എന്ന് സൂതൻ പറഞ്ഞു. രാജാവ് ഇങ്ങനെ ചോദിച്ചപ്പോൾ സത്യവതീ പുത്രനായ വ്യാസൻ രസപ്രദവും അത്യന്തം ഉദാരവുമായ ആ കഥ വ്യക്തമാകും വിധം ഇങ്ങനെ പറയാൻ തുടങ്ങി. രാജാവേ, കേൾക്കൂ. ശൃണുരാജൻ. പൗരാണികവും ശുഭവുമായ ആ കഥ ഞാൻ പറയാം. പണ്ട് മുനിമാരുടെ സദസ്സിൽ വച്ച് ഞാൻ കേട്ടതാണ്. ഒരിക്കൽ ഞാൻ തീർത്ഥാടനം ചെയ്ത് സഞ്ചരിക്കെ മുനിജനങ്ങൾ നിവസിക്കുന്ന പരിപാവനമായ നൈമിഷാരണ്യത്തിൽ എത്തിച്ചേർന്നു. അവിടെയുണ്ടായിരുന്ന മുനിമാരെയെല്ലാം പ്രണമിച്ചിട്ട് അവിടെയുള്ള ഒരാശ്രമത്തിൽ കഴിഞ്ഞു. ആ സമയത്ത് ബ്രാഹ്മണ സദസ്സിൽ കഥാകഥനം നടക്കുകയായിരുന്നു. ജമദഗ്നി മഹർഷി അടുത്തിരുന്ന മുനിമാരോട് ഇങ്ങനെ ചോദിച്ചു, ഹേ താപസന്മാരെ, മഹാഭാഗവതന്മാരെ, എൻ്റെ മനസ്സിൽ ഒരു സംശയമുണ്ട്. മുനിമാരുടെ ഈ സമാജത്തിൽ വെച്ച് ഞാൻ സംശയരഹിതനായി തീരണം. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, രുദ്രൻ, ഇന്ദ്രൻ, വരുണൻ, അഗ്നി, കുബേരൻ, വായു, തൊഷ്ടാവ്, സ്കന്ദൻ, ഗണാധിപൻ, സൂര്യൻ, അശ്വിനി ദേവന്മാർ, അങ്ങനെ അനേകം പേർ ആരാധിക്കുവാനുണ്ട്. ഗ്രഹങ്ങളുമുണ്ട്. ഇവരിൽ ആരാണ് ഉത്തമൻ? ആരെ ആരാധിച്ചാണ് സർവകാര്യങ്ങളും സിദ്ധ്യമാകുക? എപ്പോഴും സുഖമായി സേവിക്കാവുന്ന ആരെ? ഇങ്ങനെ ഒരു ചോദ്യം അവിടെ ഉണ്ടായപ്പോൾ ലോമേശ മഹർഷി ഉത്തരം പറഞ്ഞു. ശുഭം ആഗ്രഹിക്കുന്ന എല്ലാവരും അവശ്യം സേവിക്കേണ്ടത് ശക്തിയെയാണ്. അവൾ ആദ്യയായ പരാപ്രകൃതിയും എല്ലായ്പ്പോഴും എങ്ങും നിറഞ്ഞ ശിവയുമാണ്. അവൾ തന്നെയാണ് ദേവന്മാരുടെയും ബ്രഹ്മാദികളായ മഹാത്മാക്കളുടെയും ജനനി. ആദിപ്രകൃതിയായ അവൾ സംസാരവൃക്ഷത്തിൻ്റെ മൂലവേരുമാണ്, തായ്വേരുമാണ്. സ്മരിച്ചാലും നാമമുച്ചരിച്ചാലും ആ ദേവി മനോരഥം പൂർണ്ണമായി സാധിച്ചു തരും. ഹേ മുനിമാരെ, ഞാൻ പരമപാവനമായൊരു കഥ പറയാം. കോസലദേശത്ത് ദേവദത്തൻ എന്ന പേരിൽ വിഖ്യാതനായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സന്താനമുണ്ടായിരുന്നില്ല. പുത്രനുണ്ടാകാൻ വേണ്ടി വിധിയനുസരിച്ച് അദ്ദേഹം ഒരു യാഗം നടത്തി. തമസാ നദിയുടെ തീരത്ത് ചെന്ന് ഉത്തമമായൊരു മണ്ഡപം നിർമ്മിച്ച് യജ്ഞം വഹിക്കുന്നതിൽ നിപുണനും വേദജ്ഞരുമായ ബ്രാഹ്മണരെ വിളിച്ചു കൂട്ടി. വിധിയനുസരിച്ച് യജ്ഞവേദി നിർമ്മിച്ചു. വിധിയനുസരിച്ചുള്ള യജ്ഞത്തിൽ ബ്രാഹ്മണന്മാർ മുഴുകി. മന്ത്രിമുഖ്യനായ സുഹോത്രനെ ബ്രഹ്മത്തിനായി അവരോധിച്ചു. യാജ്ഞവൽക്കനെ അധ്യരുവായും ബൃഹസ്പതിയെ ഹോതാവായും. എല്ലാവരും ഓരോ ഭാഗങ്ങൾ വഹിക്കുന്നവരാണ്. ഓരോ ചടങ്ങുകൾ വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തരെയും നിയോഗിച്ചു. യജ്ഞത്തിലെ ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടി പൈലനെ പ്രസ്തോവായും ഗോകുലിനെ ഉദ്ധാതാവായും അതുപോലെ അവിടെ എത്തിച്ചേർന്ന മറ്റു മുനിമാരെ സദസ്യരായും കൽപ്പിച്ചിട്ട് അവർക്ക് വിധിയനുസരിച്ച് ദക്ഷിണ നൽകി. സാമവാദത്തിൻ്റെ ഉദ്ഗാതാവായി കൽപ്പിച്ച ഗോകുലമുനി സപ്തസ്വരങ്ങളുടെ രഥന്തരമന്ത്രം ഉച്ചരിച്ചു കൊണ്ടിരുന്നു. സ്വരിതസ്വരത്തിലും അത് ഗാനം ചെയ്തിരുന്നു.
വീണ്ടും വീണ്ടും ശ്വാസം എടുക്കേണ്ടി വന്നതുകൊണ്ട് മന്ത്രോച്ചാരണം ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് സ്വരപ്പിഴ വന്നു. ദേവദത്തൻ ഉടനെ ക്രുദ്ധനായി ഗോകുലനോട് പറഞ്ഞു, ഹേ മുനിവര, അങ്ങ് മൂർഖനാണല്ലോ, അങ്ങ് ബുദ്ധിയില്ലാത്തവനാണല്ലോ. പുത്രപ്രാപ്തിക്ക് വേണ്ടി യജ്ഞം ചെയ്തിരിക്കുന്ന സമയത്ത് അങ്ങ് സ്വരഹീനനായി മന്ത്രമുച്ചരിച്ചു. ഇത് കേട്ട് ഗോകുലനും അടക്കാനാവാത്ത ദേഷ്യം ഉണ്ടായിട്ട് പറഞ്ഞു, അങ്ങയ്ക്ക് ഷഠനും മൂർഖനുമായ ഒരു മകനുണ്ടാവട്ടെ. ഇത് കേട്ട് അടക്കാനാവാത്ത സങ്കടത്തോടുകൂടി ദേവദത്തൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണോത്തമ, അങ്ങ് നിർദോഷിയായ എന്നോട് എന്തിനിങ്ങനെ ഒരു കാരണവുമില്ലാതെ കോപിക്കുന്നു? ഒരിക്കലും തന്നെ കോപിക്കുന്നവരല്ല മുനിമാർ, എന്ന് മാത്രമല്ല സദാ സുഖം പ്രദാനവും ചെയ്യുന്നവരല്ലേ. ഒരു ചെറിയ അപരാധത്തിൻ്റെ പേരിൽ അങ്ങ് എന്തിനാണ് എന്നെ ഇങ്ങനെ ശപിച്ചത്? പുത്രനുണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ യാഗം നടത്തുന്നത്. അങ്ങ് ആ പുത്രന് ബുദ്ധിശക്തിയും ബുദ്ധിശക്തി ഇല്ലാത്തവനും മൂകനുമായി തീരും എന്ന് എങ്ങനെ ശപിക്കാൻ കഴിഞ്ഞു? ഷഠനും മൂഢനുമായി തീരുന്നു. വേദജ്ഞന്മാർ പറയുന്ന മൂർഖനായ പുത്രനുണ്ടാകുന്നതിൽ ഭേദം പുത്രനില്ലാതിരിക്കുകയാണ് എന്നാണ്. മാത്രമല്ല മൂർഖനായ ഒരു ബ്രാഹ്മണൻ എല്ലാവർക്കും നിന്ദ്യൻ തന്നെയാണ്. ശൂദ്രനെപ്പോലും അവൻ മൃഗത്തെക്കാളും ശൂദ്രനേക്കാളും അവൻ സർവകർമ്മങ്ങളിൽ അയോഗ്യനാണ് എന്ന് പറയുന്നു. വേദം പഠിക്കാത്ത ബ്രാഹ്മണൻ ഏത് ദേശത്ത് വസിച്ചാലും അവൻ കരം കൊടുക്കണം. ആരുടെ രാജ്യത്താണോ മൂർഖജനങ്ങൾ വസിക്കുന്നത്, എവിടെയാണോ മൂർഖരായ ബ്രാഹ്മണർ ദാനാദികൾ കൊണ്ട് പൂജിക്കപ്പെടുന്നത്, എവിടെയാണോ ആസനം, പൂജനം, ദാനം എന്നിവയിൽ അവർക്ക് തമ്മിൽ തെല്ലുപോലും ഭേദമില്ലാതിരിക്കുന്നത്, ആ രാജാവും നിന്ദ്യരാണ്. എവിടെയാണോ ദാനം, മാനം, പരിഗ്രഹം എന്നിവയാൽ മൂർഖന്മാർ ഗർഭിഷ്ഠരായി വിലസുന്നത്, ആ ദേശത്ത് പണ്ഡിതർ ഒരിക്കലും വസിച്ചുകൂടാ. വേദജ്ഞരായ ബ്രാഹ്മണർ ആരുടെ അന്നം ഭക്ഷിച്ചതിന് ശേഷമാണോ വേദാധ്യയനം ചെയ്യുന്നത്, അവൻ്റെ പൂർവികർ സ്വർഗത്തിൽ അത്യധികം സന്തോഷപൂർവ്വം വിഹരിക്കുന്നു. മഹാഭാവ, എനിക്ക് ഇങ്ങനെ ഒരു ശാപത്തിൽ നിന്ന് മുക്തനാവാൻ വേണ്ടി കൃപ കാണിച്ചാലും അങ്ങ് ദീനന്മാരെ ഉദ്ധരിക്കുന്നതിന് കഴിവുള്ളവനാണല്ലോ. ഞാൻ അങ്ങയുടെ കാൽക്കൽ വീഴുകയാണ്. ഇപ്രകാരം പറഞ്ഞിട്ട് ദേവദത്തൻ ഗോകുലൻ്റെ പാദത്തിൽ വീണ് അത്യന്ത ദുഃഖിതനായി കണ്ണുനീരോട് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. ദീനചിത്തനായി തന്നെ സ്തുതിക്കുന്ന ദേവദത്തനെ ഗോകുലൻ കണ്ടു. ജലം സ്വാഭാവികമായി ശീതമാണ്. അഗ്നിയുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ അത് വേഗം ചൂടാകുന്നു. ചൂടുവിട്ടാൽ വീണ്ടും തണുക്കുന്നു. അതുപോലെ ബ്രാഹ്മണോത്തമനും പെട്ടെന്ന് തണുത്തു. അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ പുത്രൻ മൂർഖനായി ഭവിക്കുമെങ്കിലും പിന്നീട് വിദ്വാനായി മാറിത്തീരും. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദേവദത്തൻ്റെ ഭാര്യയായ രോഹിണി യഥാകാലം ഗർഭിണിയായി. വേദവിധി അനുസരിച്ചുള്ള ഗർഭാധാന കർമ്മങ്ങളെല്ലാം നടത്തി. രോഹിണി നക്ഷത്രത്തിൽ രോഹിണി ഒരു പുത്രനെ പ്രസവിച്ചു. യഥാകാലം പുത്രൻ്റെ നാമകരണവുമെല്ലാം നടത്തി. പുത്രന് ഉദധ്യൻ എന്ന് പേരും നൽകി. 8-ാം വയസ്സിൽ അവനെ യജ്ഞോപവീത സംസ്കാരവും നടത്തി. ബ്രഹ്മചര്യവ്രതസ്ഥനായ അവനെ ഗുരുവേദം അഭ്യസിച്ചു തുടങ്ങിയെങ്കിലും അവനൊന്നും പഠിക്കുവാൻ കഴിഞ്ഞില്ല. പലതരത്തിൽ അവനെ പഠിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അവൻ ഒന്നും വിധിയനുസരിച്ച് പഠിച്ചില്ല. 12 വയസ്സായിട്ടും അവൻ ഒന്നും പഠിക്കാതെയും ഒന്നും
സംസാരിക്കാതെയും ഇരുന്നുകൊണ്ട് അവൻ മൂർഖനാണെന്ന് എല്ലാവരും അവനെക്കുറിച്ച് പറയുവാൻ തുടങ്ങി. അച്ഛനമ്മമാർക്ക് പോലും അവനോട് വെറുപ്പായി തുടങ്ങി. ബ്രാഹ്മണകുമാരന് എല്ലാത്തിൽ നിന്നും വിരക്തിയുണ്ടായി. അവൻ വനത്തിലേക്ക് പോയി. ഗംഗാതീരത്തെത്തി ഒരു നല്ല സ്ഥലത്ത് ഒരു പർണശാല കെട്ടി അവൻ ഫലമൂലാദികൾ കെട്ടിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞു. അസത്യം പറയുകയില്ല ആരോടും എന്നൊരു സത്യം അവൻ സ്വീകരിച്ചു. ആഹാരം ഭക്ഷിക്കുന്ന സമയത്ത് പ്രാണാഗ്നിഹോത്രം ചെയ്യുവാനോ വിശ്വദേവന്മാർക്കും അതിഥികൾക്കും പൂജ നൽകാനോ യഥാവധി സന്ധ്യാവന്ദനം ചെയ്യുവാനോ പോലും അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചെന്ന് വരുത്താനും മന്ത്രമോ ഒന്നുമില്ലാതെ ഗംഗയിലിറങ്ങി മുങ്ങുകയും ചെയ്യും. ഉച്ചയാകുമ്പോൾ കാട്ടിൽ പോയി വല്ല കാട്ടുപഴങ്ങൾ തിന്നും എതിർച്ചയാ കിട്ടുന്നതെന്തായാലും മതി എന്ന് കരുതി അവൻ ഭക്ഷണം കഴിച്ച് കിട്ടുന്നത് ഭക്ഷിച്ച് ജീവിച്ചു. അവൻ ചിന്തിച്ചു, എന്നെ ദൈവം തന്നെയാണ് മൂർഖനാക്കിയത്. മറ്റൊരു കാരണവും എനിക്ക് കാണാൻ കഴിയുന്നില്ല. മച്ചിയായ ഒരു സുന്ദരിയെപ്പോലെ, കായ്ക്കാത്ത ഒരു മരം പോലെ, പാലില്ലാത്ത പശുവിനെ പോലെ എന്നെയും ദൈവം നിഷ്ഫലനായി ജനിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ജന്മത്ത് ആരെങ്കിലും ഞാൻ ഉത്തമവിദ്യയൊന്നും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. ഒരു തീർത്ഥസ്ഥാനത്ത് എന്ന് തപസ് ചെയ്യുകയോ സജ്ജനങ്ങളെ സേവിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല. ഈ വക കാരണങ്ങൾ കൊണ്ട് വെറും വിഡ്ഢിയായി ഞാൻ ജനിച്ചു. തപസ് ചെയ്യാൻ എനിക്കറിയില്ല. ഭാഗ്യമാണ് എല്ലാത്തിനും മീതെയെന്ന് ഞാൻ വിചാരിക്കുന്നു. എത്ര അർത്ഥശൂന്യമാണ് പൗരുഷം! ബ്രഹ്മ, വിഷ്ണു, ശിവൻ, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരെല്ലാം കാലത്തിന് അധീരനാണ്. കാലത്തെ അതിക്രമിക്കാൻ ആർക്കും കഴിയുന്നില്ല. ഇങ്ങനെയുള്ള ഓരോ വ്യത്യസ്ത ചിന്തകളുമായി രാപ്പകൽ ആ ബ്രാഹ്മണൻ ഗംഗയുടെ പരിപാവനമായ ആശ്രമത്തിൽ വസിച്ചു. അങ്ങനെ അദ്ദേഹം വിരക്തനായി തീർന്നു. എന്നാൽ സത്യം മാത്രം പറയുന്നുകൊണ്ട് അദ്ദേഹം കള്ളൻ പറയുകയില്ലെന്നും സത്യനിഷ്ഠനാണെന്നും സത്യവ്രതൻ എന്ന പേരിൽ അദ്ദേഹം ലോകം മുഴുവൻ, നാട് മുഴുവൻ അറിയപ്പെട്ടു. ഒരു ദിവസം ഒരു കാട്ടാളൻ മൃഗയാവിനോദത്തിൽ ഏർപ്പെട്ട് അമ്പും വില്ലുമേന്തിയ ആ വനത്തിലെത്തിച്ചേർന്നു. ആ കാട്ടാളൻ്റെ അമ്പേറ്റ് ഒരു പന്നി മുറിപ്പെട്ട് ഭയപ്പെട്ട് മുനിയുടെ മുമ്പിൽ വന്ന് പെട്ടു. വികമ്പമാനോരുധിരമർദ്രദേഹോ യജാജഗാമാശ്രമമണ്ഡലം വൈ കോലസ്തദാവീവ ദയാർദ്രഭാവം പ്രാപ്തോ മുനിസ്തത്ര സമീക്ഷദീനം. അങ്ങനെ അത്യധികം ദയാർദ്ര ചിത്രനായി തീർന്നു അദ്ദേഹം ആ പന്നിയെ കണ്ടപ്പോൾ. ശരീരം മുറിഞ്ഞ് ചോരയൊലിപ്പിച്ചുകൊണ്ട് തൻ്റെ മുമ്പിൽ വന്ന പന്നിയെ കണ്ടപ്പോൾ അദ്ദേഹം പെട്ടെന്നുണ്ടായ വിഭ്രമം കൊണ്ട് ഐ എന്ന സരസ്വത ബീജം ഉച്ചരിച്ചു. പെട്ടെന്ന് ആശ്രമമുറ്റത്ത് കടന്ന പന്നി എങ്ങോട്ടാണെന്ന് പോകേണ്ടത് നിശ്ചയമില്ലാതെ ശരിക്ക് മനസ്സ് കലങ്ങി വിഷമിച്ച് അമ്പേറ്റ വേദന കൊണ്ട് വിറച്ച് ഒടുക്കം അവിടെയുള്ള വള്ളിക്കുടലിൽ തന്നെ കയറി. നിമിഷത്തിനുള്ളിൽ ചെവിയും പിന്നിലോട് ഞാൻ വലിച്ചുകൊണ്ട്, ചെവിയോളം പിന്നിലേക്ക് ഞാൻ വലിച്ചുകൊണ്ട് കാട്ടാളനും അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം എവിടെയാണ് താൻ ഓടിച്ചു കൊണ്ടുവന്ന പന്നി എന്ന് ചോദിച്ചു. അങ്ങ് സത്യവ്രതനാണല്ലോ, സത്യം പറയൂ, ആ പന്നി എങ്ങോട്ടാണ് പോയി? കാട്ടാളൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ മഹാത്മാവായ മുനി എന്തു പറയണമെന്നറിയാതെ വിഷമിച്ചു. സത്യം ന സത്യം ഖലു യത്ര ഹിംസാദയന്വിതം ചാന്യതമേവ സത്യം ഇതം നരാണാം ഭവതീഹയേന തദേവ സത്യം ന തഥാന്യദൈവാം. ഹിംസയോട് ബന്ധപ്പെടാത്ത സത്യമേ സത്യമാവൂ. ദയോട് കൂടിയതാണെങ്കിൽ അസത്യവും സത്യമാകും.
എങ്ങനെയായാലാണോ മനുഷ്യർക്ക് ഹിതമുണ്ടാകുന്നത് അതുതന്നെയാണ് സത്യം, മറിച്ചുള്ളതല്ല. ഒന്നിനു മറ്റൊന്ന് വിരുദ്ധമായി വന്നാൽ അതെങ്ങനെ ഹിതമാകും? അതിൻ്റെ ഉത്തരമെങ്ങനെ അസത്യമാവാതിരിക്കും? ഇങ്ങനെ ഓരോന്ന് വിചാരിച്ചു ധർമ്മസങ്കടത്തിൽപ്പെട്ട ബ്രാഹ്മണന് സന്ദർഭത്തിന് ഉചിതമായി പറയാൻ ഒരു വാക്കും കിട്ടിയില്ല. അദ്ദേഹം ദേവിയെ ധ്യാനിച്ചു. ദേവിയുടെ ബീജോച്ചാരണം നിമിത്തം അഖില വിദ്യകളും അദ്ദേഹത്തിന് മനസ്സിൽ തെളിഞ്ഞു വന്നു. വില്ലും അമ്പും ധരിച്ച് നേരെ മുമ്പിൽ നിൽക്കുന്ന ആ കാട്ടാളനോട് സത്യകാമനും ധർമാത്മാവും ദയാവരനുമായ ആ ബ്രാഹ്മണൻ ശ്ലോകരൂപത്തിൽ ഉത്തരം പറഞ്ഞു. യാ പശ്യതി നാസാ ബ്രൂതേ, യാ ബ്രൂതേ സാ ന പശ്യതി, അഹോ വ്യാധസുഖാർത്യാർത്ഥിൻ കിം പൃച്ഛസി പുനഃ പുനഃ. കാണുന്നത് പറയുന്നില്ല, പറയുന്നത് കാണുന്നുമില്ല. ഹേ വ്യാധ, സ്വന്തം കാര്യം കാണാൻ ആഗ്രഹിക്കുന്നവനെ നീ പിന്നെയും എന്തിനു ചോദിക്കുന്നു? കാണുന്നത് കണ്ണാണല്ലോ, ആ കണ്ണിന് പറയാൻ കഴിയുകയില്ല. പറയുന്നത് നാവാണ്, ആ നാവിന് കാണാനും കഴിയില്ല. പന്നി എവിടെ പോയി എന്ന് കണ്ണാണ് കണ്ടത്, അതിനക്കാര്യം പറയാൻ കഴിയുകയുമില്ല. പന്നി എവിടെ പോയെന്ന് പറയേണ്ടത് നാവാണ്, നാവിനക്കാര്യം കാണാൻ കഴിയുകയുമില്ല. ആത്മാവിനെ ദർശിച്ചവർക്കൊന്നും പറയുവാനാവില്ല, അത് അവാച്യമാണ്. ആത്മാവിനെക്കുറിച്ച് പറയുന്നവർക്കത് ദർശിക്കാനുമാവില്ല. ഹേ കാട്ടാള, നീ സ്വന്തം കാര്യം നേടാനാണ് ആഗ്രഹിക്കുന്നതിൽ ആത്മാവിനെ സ്വയം ദർശിക്കൂ, അപ്പോൾ നിന്റെ സംസാരവും തീരും. ഉദധ്യൻ കവിയായി തീർന്നു എന്ന് പറഞ്ഞത് ഇത്തരത്തിൽ അർത്ഥവത്താകുന്നു. ഉദധ്യൻ പറഞ്ഞത് കേട്ട് കാട്ടാളൻ പന്നിയിലുള്ള ആശ കൈവിട്ട് വന്നതുപോലെ തൻ്റെ കുടിലിലേക്ക് തിരിച്ചുപോയി. ഈ സത്യവ്രതനൊന്നും മനസ്സിലാകുന്നില്ല, ഞാൻ ചോദിക്കുന്നത് സത്യവ്രതനും മനസ്സിലാകുന്നില്ല, സത്യവ്രതൻ പറയുന്നത് എനിക്കും മനസ്സിലാകുന്നില്ല എന്ന നൈരാശ്യത്തോടുകൂടി തിരിച്ചുപോയി. അദ്ദേഹം ആ പന്നിയെ രക്ഷിക്കുകയും ചെയ്തു. സത്കർമ്മത്തിന് വേണ്ടി ചെയ്തതായതുകൊണ്ട് അദ്ദേഹത്തിന് ദേവിയുടെ അനുഗ്രഹം കിട്ടുകയും ചെയ്തു. അദ്ദേഹം അതിനുശേഷം സ്വാരസ്വത ബീജമന്ത്രമായി വിധിയനുസരിച്ച് ജപിച്ചു. ഇതിൽ പിന്നെ അദ്ദേഹം ഭൂമിയിൽ നിന്നും പണ്ഡിതനായ കീർത്തി നേടി. ഹേ രാജാവേ, ഇങ്ങനെ ഞാൻ ആ ബ്രാഹ്മണ സദസ്സിൽ വെച്ച് ലോമേശൻ പറഞ്ഞ ഉത്തമമായ ദേവീ മഹാത്മ്യം നേരിട്ട് കേട്ടു. രാജാവ് ഇതാണ് സത്യമെന്ന് മനസ്സിലാക്കി അത്യന്തം ഭക്തിയോടും സന്തോഷത്തോടുകൂടി ദേവിയെ സദാ ആരാധിക്കും. വദ യജ്ഞവിധിം സമ്യക് ദേവ്യാസ്തസ്യ സമന്തത ശ്രുതാ കരോമ്യകം സ്വാമിൻ അന്യഥാ ശക്തി ഹതന്ത്രിതം. പ്രഭോ, അങ്ങ് ഭഗവതിയായ ജഗദംബികയുടെ യജ്ഞത്തിൽ അനുഷ്ഠിക്കേണ്ട ഉചിതമായ വിധിയെക്കുറിച്ച് ദയവായി പറഞ്ഞു തന്നാലും എന്ന് ഇത് കേട്ട് ജനമേജയൻ വ്യാസനോട് പറഞ്ഞു. വ്യാസൻ പറഞ്ഞു, ശൃണുരാജൻ പ്രവക്ഷ്യാമി ദേവ്യായജ്ഞം വിധാനതാം ത്രിവിധം തു സദാജ്ഞേയം ദൃഷ്ടിദൃഷ്ടേന കർമ്മണാം സാത്വികം രാജസം ജൈവ താമസം ച തഥാപരം മുനിനാം സാത്വികം പ്രോക്തം നൃപാണാം രാജസം സ്മൃതം താമസം രാക്ഷസാനാം വൈ ജ്ഞാനിനാം തു ഗുണോത്ഥിതം വിമുക്താനാം ജ്ഞാനമയം വിസ്തരാത് പ്രവീവിത്തേ. രാജാക്കന്മാർ രാജസമായ അമ്പായജ്ഞമാണ് ചെയ്യുന്നത്, മുനിമാർ സാത്വികമായ യജ്ഞമാണ് ചെയ്യുന്നത്, രാക്ഷസന്മാർ താമസമായ അമ്പായജ്ഞമാണ് ചെയ്യുന്നത്. രാജാവേ, ദ്രവ്യശുക്തി, ക്രിയാശുക്തി, മന്ത്രശുക്തി ഇവയെല്ലാം ഒത്തുചേർന്ന് കാലം, ദേശം, ദ്രവ്യം, മന്ത്രം, ബ്രാഹ്മണർ, സാത്വിക ശ്രദ്ധ ഇവയെല്ലാം ഒത്തുചേർന്ന് വേണം യജ്ഞം നടത്താൻ. അന്യായമായി ആർജിച്ച ദ്രവ്യം കൊണ്ട് ഒരു പുണ്യകർമ്മം ചെയ്താലും അതിന് ഫലം കിട്ടുകയില്ല, പരലോകത്തിൽ പോലും അതിനൊരു ഫലവും കിട്ടുകയില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ യശസ്സും പരലോകത്തിൽ സുഖവും ഉണ്ടാകുന്നതിനു വേണ്ടി ന്യായമായ മാർഗത്തിലൂടെ സമ്പാദിച്ച ധനം കൊണ്ട് യജ്ഞം നടത്തണം. അങ്ങേക്ക് അറിവുള്ളതാണല്ലോ പാണ്ഡവന്മാർ ചെയ്ത യാഗത്തെക്കുറിച്ച്. യജ്ഞത്തിൽ ഉത്തമമായ
രാജസൂയമായിരുന്നത്. ധാരാളം ദക്ഷിണയും നൽകപ്പെട്ടു. അവിടെ ദാനവപ്രമുഖനും മഹാമനസ്കനുമായ സാക്ഷാൽ കൃഷ്ണനും വിദ്യകളെല്ലാം പഠിച്ച ഭരദ്വാജാദി ബ്രാഹ്മണരും സന്നിധരായിരുന്നു. മാസത്തിനുള്ളിൽ പാണ്ഡവർ യജ്ഞം പൂർത്തിയാക്കി. എങ്കിലും മഹാകഷ്ടത്തിൽ അകപ്പെട്ട് അവർക്ക് വനവാസം സഹിക്കേണ്ടി വന്നു. പാഞ്ചാലി പീഡിപ്പിക്കപ്പെട്ടു. ചൂതുകളിയിൽ പരാജയമുണ്ടായി. വനവാസത്തിന് പോകേണ്ടി വന്നു. യാഗത്തിൻ്റെ ഫലം എവിടെയാണ്? മഹാത്മാവായ പാണ്ഡവരെല്ലാം വിരാടന് ദാസിപ്പണി ചെയ്തു. ശ്രീരത്നമായ ദ്രൗപദിയോ കീചകനാൽ ക്ലേശിപ്പിക്കപ്പെടുകയും ചെയ്തു. ശുദ്ധഹൃദയനായ മഹാബ്രാഹ്മണരുടെ ആശീർവാദങ്ങളെല്ലാം എവിടെ പോയി? അത്യന്ത കഷ്ടത്തിലകപ്പെട്ട അവർക്ക് വാസുദേവ ഭക്തി കൊണ്ടുപോലും ഫലമുണ്ടായില്ല. ധർമ്മനന്ദനായ യുധിഷ്ഠിരനും ദേവദേവേശനായ കേശവനുമുള്ളപ്പോൾ ധർമ്മത്തിന് എന്തുകൊണ്ടിങ്ങനെ വീഴ്ച വന്നു? സംഭവിക്കേണ്ടത് സംഭവിച്ചേ തീരൂ എന്നാണ് വാദമെങ്കിൽ ആ സംഭാവ്യതയ്ക്ക് കാരണമായിരിക്കുന്ന സാധനം നിഷ്ഫലവും ഉപായം നിരർത്ഥകവുമായിരിക്കും. ഉപായത്തിനോ ഉപകരണത്തിനോ പ്രസക്തിയില്ലല്ലോ. സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കുമെങ്കിൽ ഭവിതവ്യം ഭവത്യേന എന്ന വിശ്വാസം ഹൃദയത്തിൽ വേരുറച്ചാൽ സകല പ്രമാണങ്ങളും വ്യർത്ഥമായി തീരും. അതുകൊണ്ട് കർമ്മത്തിലും വിധിയിലും ആശ്രയിച്ചേ മതിയാവും. കർമ്മം ചെയ്താൽ ഫലമുണ്ടാകും. അതിന് വിപരീതമായി ഭവിക്കുമ്പോൾ കർമ്മത്തിന് ഗുണമേന്മ ഉണ്ടായില്ലെന്ന് പണ്ഡിതന്മാർ, ശ്രേഷ്ഠന്മാരായ പ്രാജ്ഞന്മാർ മനസ്സിലാക്കേണ്ടതാണ്. ദേവന്മാർക്കും ദാനവർക്കും സ്വസ്തി ഭവിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും ആശ്രയിച്ചുകൊണ്ട് പണ്ട് വിശ്വരൂപനെ ദേവേന്ദ്രൻ യജ്ഞാചാര്യനായി നിയമിച്ചു. അദ്ദേഹം അസുരൻ വർഗത്തിൽപ്പെട്ട മാതാവായതുകൊണ്ട് ദേവന്മാർക്കും അസുരന്മാർക്കും ഒരുപോലെ നന്മ വരുവാൻ പ്രാർത്ഥിച്ചു. ദൈത്യന്മാർ തടിച്ചു ബലവാന്മാരായി തീർന്നു കണ്ട് ദേവേന്ദ്രന് ക്രോധം ഉജ്ജ്വലിച്ചു. ഉടൻ തന്നെ വജ്രായുധം കൊണ്ട് വിശ്വരൂപന്റെ ശിരസുകൾ മൂന്നും ഇന്ദ്രൻ അരിഞ്ഞ് വീഴ്ത്തുകയും ചെയ്തു. ഇവിടെ കർമ്മം വിഗുണമായി പോയത് കർത്തൃഭേദം കൊണ്ടാണെന്ന് തീർച്ചയാണ്. അല്ലെങ്കിൽ കോപത്തോടുകൂടി പാഞ്ചാല രാജാവ് കർമ്മം ചെയ്തതുകൊണ്ടാണല്ലോ. ദ്രോണരെ നശിപ്പിക്കുന്ന പുത്രനുണ്ടായാൽ അങ്ങനെ വേദമധ്യത്തിൽ നിന്ന് ധൃഷ്ടദ്യുമ്നും ദ്രൗപദിയും ജനിച്ചു. പണ്ട് ദശരഥ മഹാരാജാവും പുഷ്ട്രകാമേഷ്ടിയാഗം ചെയ്തു. അപ്പോൾ അപുത്രനായ അദ്ദേഹത്തിന് 4 പുത്രന്മാരുണ്ടായി. എന്നാൽ ചെയ്ത കർമ്മം കൊണ്ട്, യുക്തിയില്ലാതെ ചെയ്ത കർമ്മം കൊണ്ട് ഫലം വിപരീതമാവുകയും ചെയ്തു. പാണ്ഡവന്മാർ രാജസൂയ മഹായജ്ഞം നടത്തിയിൽ എന്തോ ചില ഗുണവൈകല്യം ഉണ്ടായതുകൊണ്ട് ഫലവും വിപരീതമായി ചൂതിൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്തു. ഹേ രാജാവേ, ധർമ്മസൂനുവായ യുധിഷ്ഠിരൻ സത്യവാദിയാണ്. ദ്രൗപദിയും അതുപോലെ സാധ്യമാണ്. അപ്രകാരം തന്നെ യോഗ്യരാണ് അനുജന്മാരായ മറ്റുള്ളവരും. തപസ്സിൽ മുഴുകിയിരിക്കുന്നവർ നിത്യവും സാത്വിക ഭക്ഷണം കഴിക്കുന്നു. വനത്തിൽ നിന്ന് ന്യായമായ മാർഗത്തിലൂടെ സമ്പാദിച്ച് അത് ഋഷികൾക്ക് ഭക്ഷ്യമാകും വരെ ശുദ്ധീകരിക്കപ്പെടേണ്ടതാണ്. അതേ അവർ ഇഷ്ടപ്പെടുകയും പുരോടാശ പ്രധാനമായതും ജീവബലി ഇല്ലാത്തതും മന്ത്രങ്ങളോടുകൂടിയതും അത്യന്തം ശ്രദ്ധ വേണ്ടതുമായ യജ്ഞങ്ങളാണ് ശ്രേഷ്ഠങ്ങളായ സാത്വിക യജ്ഞങ്ങൾ എന്ന് പറയുന്നത്. ക്രോധത്തോടും അമർഷത്തോടും ആഡംബരത്തോടും കൂടെ നടക്കുന്ന ക്രൂരമായ അഹങ്കാരവർദ്ധകമായ യാഗങ്ങളാണ് താമസയാഗങ്ങൾ. ധാരാളം ധനം ചെലവാക്കി പലതരങ്ങൾ ധാന്യങ്ങൾ ശേഖരിച്ച് ഹിംസയോടും ആഡംബരത്തോടും കൂടി നടക്കുന്ന യജ്ഞം രാജസമാകുന്നു. മറ്റെല്ലാ യജ്ഞങ്ങളിലും ധനത്തിലോ ശ്രദ്ധയിലോ ക്രിയയിലോ ബ്രാഹ്മണരിലോ അല്പമെന്നും ന്യൂനത വന്നുകൂടായില്ല. മോക്ഷം ആഗ്രഹിക്കുന്നവരും വിമുക്തന്മാരും മഹാത്മക്കളായ മുനിമാർ സർവ്വസാധനങ്ങളോട് മാനസയാഗമാണ് ചെയ്യുന്നത്. ദേശം, കാലം, ധനം, സാധനങ്ങൾ തുടങ്ങിയ എല്ലാം കൊണ്ടും ന്യൂനത സംഭവിക്കാം. എന്നാൽ മാനസയജ്ഞം എത്രമാത്രം പൂർണ്ണമാണോ അതുപോലെ മറ്റൊന്നും പൂർണ്ണമല്ല. എല്ലാറ്റിനും മുമ്പായി മനസ്സ് ശുദ്ധമാക്കുകയാണ് വേണ്ടത്. മനസ്സ് സർവഥാ ഗുണരഹിതമാകണം. മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ ശരീരവും ശുദ്ധമാകുമെന്നതിൽ സംശയമില്ല. ഇന്ദ്രിയാർത്ഥപരിത്യക്തം യഥാ ജാതം മനഃശുചി തഥാ തസ്യ മഖസ്യാസ്യോ പ്രഭവേദാധികാരവാൻ. ആരുടെ മനസ്സാണോ ഇന്ദ്രിയ വിഷയങ്ങളെ പരിത്യജിച്ച് ശാന്തമാകുന്നത്
അവനാണ് ഈ യജ്ഞം ചെയ്യാൻ അധികാരി. മാനസയജ്ഞത്തിന് യോഗ്യനായിത്തീർന്നാൽ ആദ്യമായി അനേക വിധത്തിലുള്ള സ്തവങ്ങളോടുകൂടി യജ്ഞത്തിന് വിധിച്ചിട്ടുള്ള മരങ്ങൾ കൊണ്ടുള്ള നെടും തൂണുകൾ നാട്ടണം. അങ്ങനെ ബഹുയോജന വിസ്താരമുള്ള മണ്ഡലം നിർമ്മിക്കണം. ആ മണ്ഡലത്തിൽ യജ്ഞവേദി ഒരുക്കണം. വിധിപൂർവം ബ്രാഹ്മണരെ വധിക്കണം. എല്ലാ ബ്രാഹ്മണന്മാരെയും ആവുമട്ട് പൂജിക്കണം. 5 പ്രാണന്മാരെയും വേദിയിൽ വിധിയനുസരിച്ച് സ്ഥാപിക്കണം. മനസ്സാണ് ആ സമയത്ത് ഹോതാവ്. അതുപോലെ മനസ്സ് തന്നെയാണ് യജമാനൻ. ആ യജ്ഞത്തിൻ്റെ പ്രധാന അതിദേവത നിർഗുണയും അവിനാശിയുമായ സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ്. സദാ ആനന്ദം പ്രദാനം ചെയ്യുന്ന കല്യാണരൂപിണിയായ ജഗദംബിക ശക്തിസ്വരൂപിണിയായ ഫലത്തെ ദാനം ചെയ്യും. അവൾ നിർഗുണയാണ്. അവൾ തന്നെയാണ് ബ്രഹ്മവിദ്യയും. സകല ജഗത്തും അവളിലാണ് അധിഷ്ഠമായിരിക്കുന്നത്. മാനസികമായ ഈ യജ്ഞം ചെയ്യുന്ന ബ്രാഹ്മണൻ ഭഗവതിയായ ജഗദംബികയെ ഉദ്ദേശിച്ച ആ ദ്രവ്യങ്ങളും പ്രാണരൂപിയായ അഗ്നികളിൽ ഹോമിക്കണം. ഹേ പ്രഭോ, പിന്നെ മനസ്സിനെ നിർവിഷയമാക്കിയതിനു ശേഷം പ്രാണങ്ങളെയും സുഷുമ്ന മാർഗത്തിലൂടെ നിത്യബ്രഹ്മത്തിൽ ഹോമിക്കണം. നിർവിഷയമാക്കിയ മനസ്സിനെയും പ്രാണങ്ങളെയും നിത്യബ്രഹ്മത്തിൽ ലയിപ്പിക്കണം. അനുഭൂതിയാൽ സ്വയം സാക്ഷാത്കരിച്ച ശേഷം മഹേശ്വരിയെ ശാന്തചിത്തയായി സമാധിയോഗത്താൽ മനസ്സിൽ ധ്യാനിക്കണം. അപ്പോൾ ആത്മാവിനെ സർവഭൂതസ്ഥനായും സർവഭൂതങ്ങളെയും ആത്മാവിലും കാണണം. യഥാ പശ്യതി ഭൂതാത്മാ തഥാ പശ്യതി താം ശിവാം ദൃഷ്ട്വാ താം ബ്രഹ്മവിദ് ഭൂയാത് സച്ചിദാനന്ദരൂപിണി. ആത്മാവിനെ സർവഭൂതങ്ങളിലും സർവഭൂതങ്ങളിലെയും തന്നിലും എപ്പോൾ കാണുന്നുവോ അപ്പോൾ അവൻ പരമമംഗള സ്വരൂപിണിയായ ഭഗവതിയെയും കാണുന്നു. സച്ചിദാനന്ദ രൂപിണിയാണ് ജഗദംബിക. അവളെ ദർശിക്കുന്നതോടുകൂടി അവൻ ബ്രഹ്മജ്ഞാനിയായിത്തീരുന്നു. ഹേ രാജൻ, ആ സമയത്ത് അവനെ സംബന്ധിച്ച മായാദി കാര്യങ്ങളെല്ലാം നശിക്കുന്നു. പ്രാരബ്ധം അനുഭവിച്ചു തീർക്കുന്നതിന് വേണ്ടി മാത്രം ആ ശരീരം നിലനിർത്തുന്നു. ഹേ രാജേന്ദ്ര, ഇപ്രകാരം ചെയ്യുന്ന യജ്ഞം മോക്ഷപ്രദമാണെന്നതിൽ സംശയമില്ല. ഇതിൽ നിന്ന് വ്യത്യസ്തമായി സകാമയജ്ഞങ്ങളുണ്ടല്ലോ, അവ ഫലാശയോടെ ചെയ്യുന്നതാകിയാൽ നാശോന്മുഖങ്ങളാണ്. അവയ്ക്ക് നിത്യമായ മോക്ഷത്തെ പ്രദാനം ചെയ്യുവാൻ കഴിയുകയില്ല. എന്ന് മാത്രമല്ല, വിജയാഭിലാഷമുള്ള രാജാവിന് ഈ യജ്ഞം ചെയ്യാൻ പറ്റിയതില്ല. കുറച്ചുനാൾ മുമ്പ് അങ്ങ് ഒരു സർപ്പയജ്ഞം നടത്തിയിരുന്നല്ലോ, അത് താമസമാണ്. എന്തെന്നാൽ ദുരാത്മാവായ തക്ഷകനോടുകൂടിയുള്ള വിദ്വേഷം തീർക്കാൻ വേണ്ടിയുള്ള യാഗമായിരുന്നത്. അതിനുവേണ്ടി കോടിക്കണക്കിന് മറ്റ് സർപ്പങ്ങളെ അഗ്നിയിൽ ഹോമിക്കുകയും ചെയ്തു. മഹാരാജാവെ, അങ്ങ് വിധിയനുസരിച്ച് അംബായജ്ഞം ചെയ്യുക. ദേവീമഖം നിർവഹിച്ചാലും സൃഷ്ടിക്കു മുമ്പ് വിഷ്ണു ആ യജ്ഞം ചെയ്തിരുന്നു. ദേവിയുടെ ബീജമന്ത്രത്തിൻ്റെ വിധാനം അറിയാവുന്നവരാരും മന്ത്രങ്ങൾ ശരിയായി ഉച്ചരിക്കാൻ അറിയാത്തവർ ബ്രാഹ്മണരെ യജിക്കാൻ നിയോഗിക്കണം. യജമാനനായിട്ട് അങ്ങ് തന്നെ മതി. കൃത്വാ യജ്ഞം വിധാനേന ദൃത്വാ പുണ്യം മഹാർജിതം സമുദ്ധര മഹാരാജ പിതരം ദുർഗതിം ഗതിം. ഇങ്ങനെ വിധിയനുസരിച്ച് യജ്ഞം ചെയ്ത് പുണ്യം സമ്പാദിച്ച് ആ പുണ്യഫലം കൊടുത്ത് ദുർഗതി പ്രാപിച്ചിരിക്കുന്ന സ്വന്തം പിതാവിനെ രക്ഷിക്കുക. മഗ്നോ മോഹാർണവേ ഘോരേ മൃതസൗഥേ ഹിനാഹദ കൃത്വാഭാവം കലേറിയോഗ താപസ്യാത്മമാനജം. കലിവാദിച്ച് താപസനെ അപമാനിച്ചു എന്ന ഘോരമായ പാപം ചെയ്ത് മോഹക്കടലിൽ മുങ്ങി മാളിക മുകളിൽ വെച്ച് സർപ്പദംശനമേറ്റ് മരിച്ച ഇങ്ങനെയൊക്കെ ചെയ്തതുമൂലം നരകം അനുഭവിക്കുമെന്ന് തീർച്ചയാക്കിയ അങ്ങയുടെ പിതാവിനെ ആപത്തിൽ നിന്ന് രാജാവെ അങ്ങ് രക്ഷിച്ചാലും. സൂത ഉവാച ഇതി ശ്രുത്വാ വജസ്തസ്യ വ്യാസാസ്യ അമിതതേജസാ സാശ്രുകണ്ഠോതി ദുഃഖാർത്തോ ബഭൂവ ജനമേജയാം. ഇദ്ദേഹം വ്യാസൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് അത്യന്തം ദുഃഖിതനായി ജനമേജയൻ കണ്ണുനീർ വാർത്തു. അച്ഛൻ നരകത്തിൽ കിടക്കി എത്ര നിന്ദ്യമാണ് എൻ്റെ ജീവിതം. ആ ഉത്തരാപുത്രൻ സ്വർഗത്തിൽ എത്തത്തക്കൊണ്ണം എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ.
തീരുമാനിച്ചു. ജനമേജയൻ ചോദിച്ചു, അങ്ങ് ജഗദംബിയുടെ മഹാത്മ്യത്തെപ്പറ്റി വിസ്തരിച്ച് എന്നോട് പറയണം. ശ്രുത്വാ ദേവ്യാ ചരിത്രം വൈ കുർവേമ ഖമനുത്തമം പ്രസന്നാദത്ത വിപ്രേന്ദ്ര ഭവിഷ്യാമി ച പാവന. ദേവിയുടെ മഹിമ കേട്ടതിന് ശേഷം ആ ദേവീയജ്ഞം എനിക്ക് ചെയ്യണം എന്ന് മാത്രമല്ല, അങ്ങയുടെ കൃപാപ്രസാദം കൊണ്ട് എൻ്റെ ജീവനും പരിശുദ്ധമാകണം. ശൃണുരാജൻ പ്രവിക്ഷ്യാമി ദേവ്യാശ്ചരിതമത്ഭുതം ഇതിഹാസ പുരാണം ച കഥയാമി സുവിസ്തരം. ദേവിയുടെ ഉത്തമചരിതം ഞാൻ പറയാം. ആദ്യം ഞാൻ ഒരു പഴയ ഇതിഹാസം വിസ്തരിച്ചു പറയട്ടെ. കോസലേഷു ധ്രുവശ്രേഷ്ഠ സൂര്യവംശ സമുത്ഭുവ പുഷ്പപുത്രോ മഹാതേജ ധ്രുവസന്ധീരിതി സ്മൃതാം. ധ്രുവശ്രേഷ്ഠ, കോസലദേശത്ത് ഒരു സൂര്യവംശ രാജാവുണ്ടായിരുന്നു. പുഷ്പപുത്രനായ അദ്ദേഹത്തിൻ്റെ പേര് ധ്രുവസന്ധി എന്നായിരുന്നു. അദ്ദേഹം വലിയ ധർമാത്മാവും സത്യസന്ധനും ആയിരുന്നു. അയോധ്യ രാജ്യം അദ്ദേഹം ഭരിച്ചിരുന്നു. നല്ല രീതിയിൽ ഭരണം നടത്തിയിരുന്ന അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. 2 പേരും രൂപവതികളും ഭർതൃഹിതം ചെയ്യുന്നവരിൽ സദാ തൽപരരുമായിരുന്നു. മനോരമാ ധർമ്മപത്നി സ്വരൂപാതി വിചക്ഷണ ലീലാവതി ദ്വിതീയാജ സാഭി രൂപഗുണോന്വിത. മനോരമ, ലീലാവതി എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. മനോരമ യഥാകാലം ഉത്തമനായൊരു പുത്രനെ പ്രസവിച്ചു. ആ പുത്രന് സുദർശനൻ എന്ന് രാജാവ് പേരിട്ടു. ലീലാവതി എന്ന 2ാമത്തെ പത്നിയും 1 മാസത്തിനകം ഒരു പുത്രനെ പ്രസവിച്ചു. അവനും കാണാൻ സുന്ദരനായിരുന്നു. അവന് ഉത്തമൻ എന്നും പേരിട്ടു. വളരെ സൗഹാർദ്ദത്തിൽ രാജാവ് 2 പേരും തമ്മിൽ തീരെ അന്തരം ഇല്ലാത്ത വിധത്തിൽ വളർത്തി. ചൂടാകർമ്മം മുതലായവ നടത്തി 2 പുത്രന്മാരും രാജാവിൻ്റെ മനസ്സിനെ അത്യധികം വശീകരിച്ചു. അവരിൽ സുദർശനനായിരുന്നു ജ്യേഷ്ഠൻ. ലീലാവതിയുടെ പുത്രൻ്റെ പേര് ശത്രുജിത്ത് എന്നും. അവൻ്റെ സംഭാഷണം വളരെ മധുരമായിരുന്നു. മധുരഭാഷിയും അത്യന്തം സുന്ദരനുമായതുകൊണ്ട് രാജാവിന് അവനോട് അധികം പ്രിയമുണ്ടായി തുടങ്ങി. പ്രജകൾക്കും മന്ത്രിമാർക്കും അവൻ പ്രിയങ്കരനായി തീർന്നു. ശത്രുജിത്തിൻ്റെ ഗുണാധിക്യം നിമിത്തം രാജാവിന് അവനോട് എത്രമാത്രം പ്രീതിയുണ്ടായിരുന്നു അത്രമാത്രം പ്രീതി യോഗ്യനും മന്ദഭാവനുമായത് നിമിത്തം സുദർശനനോട് ഉണ്ടായിരുന്നില്ല. ഇപ്രകാരം കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മൃഗയാവിനോദത്തിനായി രാജാവ് വനത്തിലേക്ക് പോയി. രാജാവ് മൃഗയാവിനോദത്തിൽ ഏർപ്പെട്ടിരിക്കെ അതിഭയങ്കരനായ ഒരു സിംഹം വനത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. രാജാവ് അയച്ച അമ്പുകൊണ്ട് ക്രോധാവിഷ്ടനായ സിംഹം രാജാവിനെ മുന്നിൽ കണ്ട് ഇടിനാദം കണക്ക് ഗർജിച്ചു. അവൻ വാൽ പൊക്കിപ്പൊടിച്ച് കൂട്ടൻ സടകുടഞ്ഞു വിടർത്തി രാജാവിൻ്റെ നേരെ എടുത്തു ചാടി. രാജാവ് വാൾ കയ്യിലെടുത്ത് സിംഹത്തെ വെട്ടി. എന്നാൽ സിംഹം രാജാവിൻ്റെ മേൽ ചാടി വീഴുക തന്നെ ചെയ്തു. സിംഹം കൂർത്ത നഖങ്ങൾ കൊണ്ട് രാജാവിനെ മാന്തി പൊളിച്ചു. സിംഹത്തിൻ്റെ നഖപ്രഹരമേറ്റ് രാജാവ് നിലത്ത് മരിച്ചു വീണു. ആ സൈനികരെല്ലാം വാവിട്ട് കരഞ്ഞ് ശരം വർഷിച്ചു. അമ്പേറ്റു സിംഹവും അവിടെ തന്നെ ചത്തു വീണു. മഹാരാജായ ധ്രുവസന്ധി മരിച്ചെന്ന് കേട്ട് മന്ത്രിമുഖ്യരെല്ലാം വനത്തിലേക്ക് എന്ന് രാജാവിൻ്റെ സംസ്കാര കർമ്മങ്ങൾ ചെയ്യിച്ചു. പരലോകത്ത് സുഖം ലഭിക്കുന്നതിന് ഉതകുന്ന എല്ലാ പരലോകക്രിയകളും വസിഷ്ഠൻ അവിടെ വച്ച് തന്നെ ചെയ്യിച്ചു. പിന്നീട് എല്ലാവരും കൂടിയാലോചിച്ചു. ധർമ്മപത്നിയുടെ പുത്രനായ സുദർശനനെ രാജാവാക്കാം എന്ന് തീരുമാനിച്ചു. തീരുമാനിച്ച ശേഷം എല്ലാവരും അയോധ്യയിൽ എത്തിച്ചേർന്നു.
ഇതേ സമയം ലീലാവതിയുടെ പിതാവ് യുധാജിത്ത് മരിച്ചെന്നറിഞ്ഞ്, ലീലാവതിയുടെ പിതാവായ യുധാജിത്ത് തൻ്റെ ജാമാതാവ് മരിച്ചെന്നറിഞ്ഞ് മകന് സ്ഥാനം നേടിക്കൊടുക്കുവാൻ വേണ്ടി പെട്ടെന്ന് അവിടെ എത്തിച്ചെന്നു. കലിംഗാധിപതിയായ വീരസേനനും മനോരമയുടെ പിതാവുമായ വീരസേന മഹാരാജാവും അവിടെ എത്തിച്ചേർന്നു സുദർശനൻ രാജ്യം നേടിക്കൊടുക്കുവാൻ. തുടർന്ന് സുദർശനൻ്റെ പിതാമഹനും ശത്രുജിത്തിൻ്റെ പിതാമഹനും തമ്മിൽ ഘോരമായ യുദ്ധമുണ്ടായി. യുദ്ധത്തിനൊടുവിൽ വീരസേനനെ യുധാജിത്ത് യുദ്ധത്തിൽ വധിച്ചു. ധീരമായ യുദ്ധത്തിൽ വീരസേനൻ യുധാജിത്തിൻ്റെ അസ്ത്രങ്ങളേറ്റ് മരിച്ചു എന്നറിഞ്ഞ് പെട്ടെന്ന് മന്ത്രിയെയും കൊണ്ട് അവിടുന്ന് പുത്രനെയും എടുത്തുകൊണ്ട് ലീലാവതി മനോരമ പുത്രനെയും എടുത്തുകൊണ്ട് അവിടുന്ന് പുത്രനെ രക്ഷിക്കുവാനായി അവിടുന്ന് പുറപ്പെടുവാൻ തീരുമാനിച്ചു. പോകുന്ന വഴിക്ക് ഗംഗാനദിയുടെ തീരത്ത് വെച്ച് എല്ലാ ആഭരണങ്ങളും വസ്ത്രങ്ങളുമെല്ലാം അപഹരിക്കപ്പെട്ട അവർ ഒരു മുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലാണ് അവർ എത്തിച്ചേർന്നത്. ഭരദ്വാജ മുനി അവളോട് ചോദിച്ചു, നീ ആരാണ്? ആരുടെ പത്നിയാണ്? ഇത്ര കഷ്ടപ്പെട്ട് എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു? ദേവസ്ത്രീയാണോ മനുഷ്യസ്ത്രീയാണോ? ഇങ്ങനെ ഭരദ്വാജ മുനി ചോദിച്ചിട്ട് രൂപവതിയായ അവൾക്ക് ഒന്നും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. മന്ത്രിമുഖനായ വിദല്ലൻ മഹർഷിയോട് പറഞ്ഞു, ധ്രുവസന്ധി എന്ന രാജാവ് അയോധ്യാവതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായ മനോരമയും പുത്രനായ സുദർശനുമാണ് സിംഹത്താൽ കൊല്ലപ്പെട്ടു രാജാവ്. ഇവളുടെ പിതാവ് വളരെ ധർമാത്മാവായിരുന്നു. അദ്ദേഹം പൗത്രന് വേണ്ടി യുദ്ധത്തിൽ മരിച്ചു. രാജപുത്രിയായ ഇവൾ ബാലനായ പുത്രനോടുകൂടി അങ്ങയെ ശരണം പ്രാപിക്കുന്നു. ആർത്തന്മാരെ സംഹരിക്കുന്നത് താപസികളുടെ ധർമ്മമാണല്ലോ. ഋഷി പറഞ്ഞു, നിർഭയാവസകല്യാണി പുത്രം പാലയസുവൃതേ നദേ ഭയം വിശാലാക്ഷി കർത്തവ്യം ശത്രുസംഭവം പാലയസ്വ സുതം ഗാന്ധം രാജാസ്തേയം ഭവിഷ്യതി നാത്ര ദുഃഖം തഥാശോക കഥാതി സംഭവിഷ്യതി. ഇങ്ങനെ ഭരദ്വാജ മുനി അഭയം കൊടുത്ത് അവിടെ പുത്രനെയും കൊണ്ട് താമസിച്ചു കൊള്ളുവാൻ പറഞ്ഞത് കേട്ടപ്പോൾ അവളെ മനസ്സ് ശാന്തമായി തീർന്നു. ഒരു അല്ലലും കൂടാതെ ഒരു പർണശാലയിൽ അവൾ സൈരന്ധ്രിയോടും ദാസിയോടും വിദല്ലൻ എന്ന മന്ത്രിയോടും കൂടി പുത്രനെ വളർത്തിക്കൊണ്ട് മനോരമ അവിടെ ജീവിച്ചു. യുധാജിത്ത് യുദ്ധം നിർത്തി സുദർശനനെ കൊല്ലുവാനായി എത്തിയപ്പോൾ സുദർശനൻ അവിടെ നിന്നും ഭരദ്വാജ ആശ്രമത്തിലേക്ക് പോയി എന്നറിഞ്ഞ് ഭരദ്വാജ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. അവിടെ എത്തിച്ചേർന്ന് സുദർശനനെ വധിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഭരദ്വാജ മുനി പറഞ്ഞു, അങ്ങേക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ അങ്ങ് പ്രവേശിച്ചുകൊള്ളൂ ആശ്രമത്തിലേക്ക്. മന്ത്രിമുഖ്യന്മാർ യുധാജിത്തിനെ തടഞ്ഞു. പണ്ട് ഇതുപോലെ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് ഒരു പശുവിനെ കാമധേനുവിനെ മോഷ്ടിക്കുവാൻ ബലപ്രയോഗത്താൽ പിടിച്ചു വലിച്ച് കൊണ്ടുപോകാനായി വിശ്വാമിത്രൻ ശ്രമിച്ച കഥ അങ്ങേക്ക് ഓർമ്മയില്ലേ? വിശ്വാമിത്രൻ്റെ മക്കളെയും സൈന്യത്തെയും എല്ലാം വസിഷ്ഠ മഹർഷിയുടെ തപശക്തി കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് അങ്ങ് മഹർഷിമാരുമായി ഏറ്റുമുട്ടരുത്. അതുകൊണ്ട് പുത്രനെ വിട്ടേക്കൂ. നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് തിരിച്ചു പോകാം എന്ന മഹർഷിമാരുടെ ഉപദേശം സ്വീകരിച്ച് അദ്ദേഹം തിരിച്ചുപോയി. അവിടെ സുദർശനൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വളർന്നു. ആ ആശ്രമത്തിൽ വളരുമ്പോൾ ബാലന്മാർ വിദല്ലനെ കളിയാക്കി ക്ലിക് ക്ലിക് എന്ന് വിളിക്കുന്നത് കേട്ട് ക്ലീം എന്ന ക്ലിങ്കാരമന്ത്രം സുദർശനൻ
ചൊല്ലുവാൻ തുടങ്ങി. ഭരദ്വാജനിൽ നിന്ന് വിധിപൂർവം ക്ലീംകാര മന്ത്രം സ്വീകരിച്ച് അദ്ദേഹം എപ്പോഴും ക്ലീംകാര മന്ത്രം ചൊല്ലി ആ മന്ത്രത്തിൽ ആസക്തനായി ദേവിയെ എപ്പോഴും മനസ്സിൽ സ്തുതിച്ചുകൊണ്ട് സുദർശൻ അവിടെ വസിച്ചു. ഒരു ദിവസം ആ മുനികുമാരൻ ജഗദംബിയുടെ കാമരാജ ബീജമെന്ന ബീജാക്ഷര മന്ത്രം ചൊല്ലി ഗ്രഹിച്ച് ധ്യാനിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. കാമരാജ ബീജമന്ത്രം ആ ബാലന് സ്വാഭാവികമായി തന്നെ ലഭിക്കുവാൻ 5 വയസ്സുള്ളപ്പോൾ തന്നെ സാധിച്ചു. ദിവസവും കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴുമെല്ലാം അവൻ ഈ മന്ത്രം ജപിച്ചു വന്നു. സാരമായ മന്ത്രമാണെന്ന് സ്വയം മനസ്സിലാക്കിയിരുന്നതിൽ അവൻ അത് മറന്നില്ല. വർഷേ ച ഏകാദശേ പ്രാപ്തേ കുമാരസോ നിർവാത്മജ മുനിനാഥോപനീതോധ വേദമധ്യാപിതസ്തദാ. 11 വയസ്സായി രാജകുമാരന് ഉപനയനം വേദവും പഠിപ്പിച്ചു തുടങ്ങി. ധനുർവേദം തഥാ സംഘം നീതിശാസ്ത്രം വിധാനത അഭ്യസ്ത സകലാ വിദ്യസ്തേന മന്ത്രബലാന്വിതം. കാമരാജ ബീജമന്ത്രത്തിന്റെ പ്രഭാവത്താൽ എന്നവണ്ണം അവൻ എല്ലാ വിദ്യകളും വിധിയനുസരിച്ച് നീതിശാസ്ത്രവും അഭ്യസിച്ചു. ചുമന്ന പട്ടുടുത്തിരിക്കുന്നതും രത്നനിറം പൂണ്ടതും സർവാംഗം രക്തഭൂഷകൾ അണിഞ്ഞിട്ടതുമായ ദേവീരൂപം തന്നെ അവൻ ഒരിക്കൽ ദർശിച്ചു. ഗരുഡവാഹനത്തിലിരിക്കുന്ന അത്ഭുതാവഹമായ വൈഷ്ണവീ ശക്തിയെ കണ്ടിട്ട് ആ രാജകുമാരന്റെ മുഖം പ്രസന്നമായി. വനത്തിലാണ് അവൻ വളരുന്നതെങ്കിലും സകല വിദ്യകളുടെയും പരമതത്വം അവന് ഗ്രഹിക്കുവാൻ കഴിഞ്ഞു. അമ്മയെ പരിചരിച്ചുകൊണ്ട് ആ നദീതീരത്തെ ആശ്രമത്തിൽ അവൻ ജീവിച്ചു. വില്ല്, തീക്ഷ്ണമായ അസ്ത്രങ്ങൾ, തൂണീരം, കവചം എന്നിവയെല്ലാം ജഗദംബിക അവന് കനിഞ്ഞരുളി നൽകി. അക്കാലത്ത് കാശിരാജാവിൻ്റെ പ്രിയപുത്രിയായ ശശികല സർവലക്ഷണയുക്തം ശൂരനും മറ്റേതോ കാമനോ എന്ന് തോന്നുന്നതുമായ സുദർശനകുമാരനെ പറ്റി കേട്ടു. ഒരു രാത്രിയിൽ അവളുടെ സ്വപ്നത്തിൽ ജഗദംബിക അടുത്തു വന്നു ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഹേ സുന്ദരി, സുദർശനൻ എൻ്റെ ഭക്തനാണ്. അവനെ നീ ഭർത്താവായി വരിച്ചുകൊള്ളുക. എൻ്റെ വാക്കിനനുസരിച്ച് അവൻ നിനക്ക് സർവകാമങ്ങളും നിറവേറ്റുന്നതിനായി ഭവിക്കും. ഇങ്ങനെ അത്യന്തം മാനിനിയായ ശശികല സ്വപ്നത്തിൽ ജഗദംബികയുടെ മനോഹരമായ രൂപം ദർശിക്കുകയും ആ അമ്പ അരുളി ചെയ്ത് ഓർക്കുകയും ചെയ്തിട്ട് വളരെ സന്തോഷിച്ചു. ഒരു ദിവസം ആ വിശാലാക്ഷി വിഹരിക്കുന്നതായ സഖികളോടുകൂടി ചെമ്പകമരങ്ങളാൽ രമ്യമായ പൂന്തോട്ടത്തിലേക്ക് പോയി. അവിടെ വെച്ച് അവൾ ഒരു ബ്രാഹ്മണനെ കണ്ടു. ആ ബ്രാഹ്മണനെ നമസ്കരിച്ചിട്ട് അവൾ മധുരമായി ഇങ്ങനെ ചോദിച്ചു: മഹാഭാഗ, അങ്ങ് ഏത് ദേശത്തു നിന്നാണ് വരുന്നത്? ബാലെ, ഞാനിപ്പോൾ ഭരദ്വാജ ആശ്രമത്തിൽ നിന്ന് പോയിട്ട് വരികയാണ്. ഒരു കാര്യവശാൽ ഇവിടെ വന്നെന്ന് മാത്രം. എന്താണ് ചോദിച്ചത്? ആ ആശ്രമത്തിൽ വർണ്ണിക്കുവാൻ തക്കവണ്ണം എന്താണുള്ളത് മുനിശ്രേഷ്ഠ എന്ന് അവൾ ചോദിച്ചു. ദ്വിജ ഉവാച: ധ്രുവസന്ധി സുതശ്രീമാനാസ്തേ സുദർശനോ നൃപ യഥാർത്ഥനാമോ ശുശ്രോണി വർത്തതേ പുരുഷോത്തമ. ധ്രുവസന്ധിയുടെ മകനും ശ്രീമാനുമായ സുദർശന രാജകുമാരൻ അവിടെയുണ്ട്. ഹേ സുലോചനെ, ആ പേര് അന്വർത്ഥമാണ്. അവശ്യം കാണേണ്ട ഒരു പുരുഷോത്തമൻ തന്നെയാണ് ആ കുമാരൻ. ഏകത്ര നിഹിതാധാത്ര ഗുണ സർവേ സൃക്ഷണ ഗുണനാമകരം നഷ്ടും മന്യേ തേനൈവ കൗതുകം. സർവഗുണങ്ങളും ഒരിടത്ത് ചേർത്ത് വച്ച് ഒരു സൃഷ്ടി നടത്തിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണാൻ കൊതിച്ച് ബ്രഹ്മാവ് സൃഷ്ടിച്ച ഗുണാകാരമാണ് അവനെന്ന് തോന്നുന്നു. വിവാഹപ്രായമായ കാശി രാജകുമാരിയുടെ സ്വയംവരം കാശിരാജാവ് നിശ്ചയിച്ചു. അനേക രാജാക്കന്മാർ ഭാരതത്തിൽ നിന്ന് എത്തിച്ചേർന്നു സ്വയംവരത്തിനായിട്ട്. കേരള രാജാവ് സഹിതമുള്ള രാജാക്കന്മാരായി എല്ലാവരും എത്തിച്ചേർന്നപ്പോൾ അവിടെ
ദേവിയുടെ നിർദ്ദേശപ്രകാരം സുദർശനനും ശശികലയോടൊത്ത് അവിടെ എത്തിച്ചേർന്നു. അയോധ്യ രാജാവായ ശത്രുജിത്തിനെ കൂട്ടി യുധാജിത്തും അവിടെ എത്തിച്ചേർന്നു. തുടർന്ന് ശശികലയുടെ അഭ്യർത്ഥന പ്രകാരം രാജാവ് അവളുടെ വിവാഹം സുദർശനനുമായി നടത്തിക്കൊടുക്കുവാൻ നിർബന്ധിതനായി. എത്രയൊക്കെ രാജാവ് പറഞ്ഞു നോക്കിയെങ്കിലും മറ്റു രാജാക്കന്മാരുടെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവൾ ഒരിക്കലും തയ്യാറല്ലായിരുന്നു. സുദർശനുമായി വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ മറ്റു രാജാക്കന്മാരുടെ മുമ്പിലേക്ക് ഇറങ്ങേണ്ട ആവശ്യം എന്താണ്? അതുകൊണ്ട് സുദർശനുമായിട്ട് തന്നെ എൻ്റെ വിവാഹം നടത്തിയാൽ മതി, മറ്റു രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ച് വേണ്ട, അത് രഹസ്യമായിട്ട് തന്നെ നടത്തിത്തരണം എന്ന അവളുടെ അഭ്യർത്ഥനയെ സ്വീകരിച്ച് രാജാവ് അവളുടെ വിവാഹം സുദർശനനുമായി നടത്തിക്കൊടുക്കുകയാണ്. മനഃശുദ്ധിയുള്ള ആ മഹാരാജാവ് പുത്രി പറഞ്ഞത് കേട്ട് രാജാക്കന്മാരുടെ സമീപത്തിയെന്ന് പറഞ്ഞു. രാജാക്കന്മാരെ, പുത്രിയുടെ വിവാഹം നാളെ നടത്തുവാൻ വേണ്ടത് ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ശിബിരത്തിലേക്ക് മടങ്ങിയാലും എന്ന് പറഞ്ഞ് രാജാക്കന്മാരെ എല്ലാവരെയും പറഞ്ഞു വിട്ട് മകൾ മണ്ഡപത്തിലേക്ക് വരുവാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞു. സുബാഹു പുത്രിയെ ഗൃഹത്തിലെ ഒരു ഗോപ്യമായ സ്ഥലത്ത് വിളിച്ചു കൊണ്ടുവന്നു. അവിടെ വെച്ച് ശ്രേഷ്ഠന്മാരും വേദജ്ഞന്മാരുമായ ഉത്തമന്മാരായ പുരോഹിതന്മാരുടെ സഹായത്തോടെ വിവാഹകാല കർമ്മങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. വരനെ മംഗള സ്നാനം ചെയ്യിച്ചു, ആനയിച്ചു. വിധികർമ്മപ്രകാരമുള്ള പൂജാദികൾ ചെയ്തു. അവനും വ്യാകുലതയില്ലാതെ അവയെല്ലാം സ്വീകരിച്ചു. വേണ്ടതുപോലെ വേഷഭൂഷാദികൾ അണിയിക്കാൻ അറിയുന്ന സ്ത്രീകൾ രാജകുമാരിയെ അണിയിച്ചൊരുക്കി പല്ലക്കിലേക്ക് വരൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നു. പുരോഹിതന്മാർ അഗ്ന്യാധ്യാനം ചെയ്ത് യഥാവിധി ഹോമാദികൾ കഴിച്ചു. വിധിയനുസരിച്ചുള്ള രാജഹോമം ചെയ്തു. ശരങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളതും നന്നായി അലങ്കരിച്ചതും കുതിരകളെ ബന്ധിച്ചതുമായ 200 രഥങ്ങൾ കാശീപതിയായ സുബാഹു വളരെ ആദരവോടെ തൻ്റെ അനന്തരവൻ തൻ്റെ മരുമകനായ സുദർശനന് വിവാഹ സമ്മാനമായി നൽകി. 100 ദാസിമാരെയും തങ്കക്കൊപ്പണിച്ച് അഴകുള്ള 100 പിടിയാനകളെയും വർത്തിച്ച സന്തോഷത്തോടെ രാജാവ് വിവാഹശേഷം വരന് സമ്മാനിച്ചു. പിന്നീട് വിശേഷ രൂപത്താൽ നിർമ്മിച്ച വാസഗൃഹങ്ങൾ അവന് നൽകി. ഭാരം വലിക്കാൻ കഴിവുള്ള അനേകം ഒട്ടകങ്ങളെയും കൊടുത്തു. ധാന്യങ്ങൾ നിറച്ച ഒന്നാന്തരം 200 വണ്ടികളും അവന് ശ്രമിച്ചു. പിന്നീട് സുബാഹു മനോരമയുടെ മുന്നിലെത്തി രാജപുത്രിയായ അവരെ നമസ്കരിച്ച് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ശ്രേഷ്ഠയായ ഹേ രാജപുത്രി, ഞാൻ അവിടുത്തെ ദാസനാണ്. വിവാഹത്തെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അതെന്താണെന്ന് പറയും. അഹോരിചിത്രം നൃപസ്തേശ്ചരിത്രം പരം പവിത്രം തവ കിം വദാമി യദൃഷ്ടരാജ്യായ സുതായ മേദ്യ ദത്താത്വയ പൂജ്യ സുതാവരിഷ്ട. ഹേ രാജൻ, അങ്ങയുടെ ചരിത്രം അതിവിശിഷ്ടവും പരമപവിത്രവുമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മനോരമ പറഞ്ഞു, അങ്ങയോട് ഞാൻ എന്താണ് പറയേണ്ടത്?
രാജ്യഭ്രഷ്ടനായ എൻ്റെ പുത്രന് വേണ്ടി അങ്ങ് പൂജനീയയായ ഉത്തമയായ പുത്രിയെ നൽകിയല്ലോ. ഇവിടെ സ്വയംവരത്തിന് വേണ്ടി വന്നു ചേർന്നിരിക്കുന്ന രാജാക്കന്മാരെ എല്ലാം വെടിഞ്ഞ് വനവാസിയും നിർധനനും അച്ഛനില്ലാത്തവനും സൈന്യമില്ലാത്തവനും കാട്ടിലെ ഫലമൂലാദികൾ കഴിച്ച് വസിക്കുന്നവനുമായ എൻ്റെ പുത്രന് അങ്ങ് സുപുത്രിയെ നൽകിയല്ലോ. മനോരമ പറഞ്ഞത് കേട്ട് അത്യന്തം പ്രഹൃഷ്ടചിത്തനായ രാജാവ് കൈകൂപ്പി തൊഴുതുകൊണ്ട് വീണ്ടും പറഞ്ഞു, സുപ്രസിദ്ധമായ എൻ്റെ ഈ രാജ്യം തന്നെ സ്വീകരിച്ചുകൊള്ളൂ. ഞാൻ പിന്നെ സേനാപതിയായി വാണുകൊള്ളാം. അല്ലെങ്കിൽ അർദ്ധരാജ്യം സ്വീകരിച്ച് പുത്രനോടുകൂടി രാജ്യസുഖങ്ങൾ അനുഭവിച്ചാലും വാരണാസിയിലല്ലാതെ മറ്റേതെങ്കിലും പട്ടണത്തിലോ വനത്തിലോ നിങ്ങൾ വസിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇത് കേട്ട് സുദർശനൻ പറഞ്ഞു, ഞങ്ങളുടെ ഭവനത്തിലേക്ക് പോകാൻ അനുവദിക്കുക. ഭവാനി ദേവി അങ്ങേക്ക് സകല മംഗളങ്ങളും നൽകും. പരാശക്തിയായ അംബികയെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് രാജൻ മറ്റൊരു ആഗ്രഹവുമില്ല. പിറ്റേന്ന് രാവിലെ നഗരത്തിന് പുറത്ത് കാവൽ കൂടിയിരുന്ന രാജാക്കന്മാർ വിവാഹം നടന്നു കഴിഞ്ഞു എന്ന വിവരം അറിഞ്ഞ് കോപാകുലരായി പറഞ്ഞു. രാജാക്കന്മാർക്ക് കളങ്കമായിട്ടുള്ള രാജാവിനെയും അതുപോലെ തന്നെ വിവാഹയോഗ്യനല്ലാത്ത ആ ബാലനെയും കൊന്നിട്ട് ശശികലയെയും രാജാവിൻ്റെ സമ്പത്തും നമുക്ക് ഇപ്പോൾ തന്നെ കൈക്കലാക്കാം. ലജ്ജിച്ചിട്ട് നാം എങ്ങനെ സ്വന്തം ഭവനങ്ങളിലേക്ക് മടങ്ങും? നമ്മെ പൊളി പറഞ്ഞു മയക്കിയിട്ട് വിധിപ്രകാരം അവൻ വിവാഹം നടത്തിയിട്ടുണ്ട്. രാജാക്കന്മാരെ, ഇനി നാം എന്താണ് ചെയ്യുന്നത്? നമുക്ക് കൂടിയാലോചിച്ച് തീരുമാനിക്കാം. സുബാഹു പിന്നെയും 6 ദിവസം രാജകീയമായ വിഭവങ്ങൾ വിധിയാമണ്ണം തയ്യാറാക്കി ആദരപൂർവ്വം സുദർശനനെ സൽക്കരിച്ചു. ഇങ്ങനെ വിവാഹത്തെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ആ രാജാവ് ചെയ്തു തീർത്തു. വേണ്ടത്ര സ്ത്രീധനവും നൽകി മന്ത്രിമാരുമായി ആലോചിച്ചു. മാർഗതടസ്സം ഉണ്ടായിരിക്കുന്നതായി ദൂതന്മാർ വന്ന് പറഞ്ഞത് സുബാഹു കേട്ടു. അപ്പോൾ വ്രതനിഷ്ഠയുള്ള സുദർശനൻ ശശുരനോട് പറഞ്ഞു, അങ്ങ് വേഗം ഞങ്ങളെ പറഞ്ഞയക്കുക. ഒരു ഭയവും കൂടാതെ ഞങ്ങൾ പൊയ്ക്കൊള്ളാം. ഞങ്ങളെ ആരെങ്കിലും ആക്രമിക്കും എന്നുള്ള ഭയം അങ്ങേക്ക് വേണ്ട. രാജാക്കന്മാർ എന്നെ ഉപദ്രവിക്കുമോ എന്ന് സംശയിച്ച് നിഷ്കളങ്കനായ അങ്ങ് ഒട്ടും ഭയപ്പെടുക വേണ്ട. ജഗന്മാതാവായ ഭവാനി എനിക്ക് സഹായത്തിനുണ്ടാകും. രാജാവ് ജാമാതാവിൻ്റെ അഭിപ്രായം കണക്കാക്കി രാജാവ് അവനെ യാത്രയാക്കി. ഒപ്പം വലിയൊരു സൈന്യത്തോടുകൂടി അവനെ അനുയാത്ര ചെയ്തു. സുദർശനാകട്ടെ ഭാര്യയോടുകൂടി നിർഭയം യാത്ര തുടർന്നു. ചുറ്റിലും രഥങ്ങളുടെ രഥത്തിൽ സഭാര്യനായി യാത്ര ചെയ്യുന്ന ശൂരനായ രഘുനന്ദനൻ വഴിക്ക് വെച്ച് രാജാക്കന്മാരുടെ സൈന്യങ്ങളെ കണ്ടു. സുബാഹുവും അവരെ കണ്ട് ചിന്താവിഷ്ടനായി തീർന്നു. സുദർശനാകട്ടെ ജഗദംബികയെ വിധി പോലെ മനസ്സാ സ്മരിച്ചുകൊണ്ട് സസന്തോഷം അവളെ ശരണം പ്രാപിച്ചു. ഏകാക്ഷര മന്ത്രമായ കാമരാജമന്ത്രം അവൻ ജപിച്ചു തുടങ്ങി. അതോടെ നമ്മോടയായ പത്നിയോടൊത്ത് അവൻ നിർഭയനും ശോകരഹിതനുമായി ഭവിച്ചു. തതസർവേ മഹീബാലകൃത്വാ കോലാഹലം തഥാ ഉത്ഥിതാ സൈന്യസംയുക്ത ഹന്ത്രുകാമാസ്തു കന്യകം. സകല രാജാക്കന്മാരും അപ്പോഴേക്കും കോലാഹലം കൂട്ടിത്തുടങ്ങി. കന്യകയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ സൈന്യങ്ങളോടൊത്ത് ഒരുങ്ങി തുടങ്ങി. കാശീരാജസ്തു താൻ ദൃഷ്ട്വാ ഹന്തുകാമോ ബഭൂവഃ നിവാരിതസ്തദാത്യർത്ഥം രാഘവേണ ജിഗീഷത. അവരെ കണ്ട കാശിരാജാവ് ഉടൻ തന്നെ യുദ്ധത്തിനൊരുമ്പെട്ടു. ജയേച്ഛുവായ രാജകുമാരൻ വളരെ പണിപ്പെട്ട് അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു. പരസ്പരം പൊരുതാൻ ഒരുങ്ങി നിൽക്കുന്ന സുബാഹുവിൻ്റെയും രാജാക്കന്മാരുടെയും സൈന്യങ്ങൾ അപ്പോഴേക്കും ശംഖും കുഴലും പെരുമ്പറയും മുഴക്കി. ശത്രുജിത്തു സുസംവൃത്തം സ്ഥിതസ്തത്ര ജിഘാംസയാം യുധാജിത്സഹായാർത്ഥം സന്നദ്ധ പ്രബഭൂവഃ.
ശത്രുജിത്തും യുദ്ധസന്നദ്ധനായി സൈന്യങ്ങളോടുകൂടി ഒരുങ്ങി. അവനെ സഹായിക്കാൻ യുധാജിത്തും സൈന്യസമേതം പടക്കളത്തിലിറങ്ങി. ചിലർ സൈന്യങ്ങളോടുകൂടി കാഴ്ചക്കാരായി അവിടെ നിന്നു. യുധാജിത്ത് അപ്പോഴേക്കും സുദർശന്റെ നേരെ മുമ്പിൽ തന്നെ സ്ഥാനം പിടിച്ചു. തൻ്റെ ജ്യേഷ്ഠ സഹോദരനെ കൊല്ലണമെന്ന വിചാരത്തോടെ അനുജനായ ശത്രുജിത്തും യുധാജിത്തിനൊപ്പം ചേർന്ന് ക്രോധമൂർച്ഛിതരായ അവർ പരസ്പരം അമ്പുകൾ വർഷിച്ചു തുടങ്ങി. അസ്ത്രവർഷം കൊണ്ട് യുദ്ധം അതിഭയങ്കരമായിരിക്കുന്നു. കാശീപതി അപ്പോഴേക്കും ഒരു വലിയ സൈന്യത്തോടുകൂടി വേഗം യോഗ്യനായ തൻ്റെ ജാമാതാവിനെ സഹായിക്കുവാൻ വന്നെത്തി. രോമാഞ്ചജനകവും പ്രിയങ്കരവുമായ യുദ്ധം ഇങ്ങനെ നടക്കുമ്പോൾ പ്രാദുർബഭൂവ സഹസാ ദേവി സിംഹോപരിസ്ഥിത നാനായുധധരാരമ്യ വരാഭൂഷണഭൂഷിതാം. ദേവി സിംഹവാഹനയായി വളരെ വേഗം അവിടെ ആവിർഭവിച്ചു. ആ ദേവി അനേകം ദിവ്യായുധങ്ങൾ ധരിച്ചിരുന്നു. വിശിഷ്ട ഭൂഷണങ്ങളണിഞ്ഞ് അഴകായിരുന്നിരുന്നു. ദിവ്യാംബരപരീധാനാമന്ദാരസ്രത്സു സംയുത താം ദൃഷ്ട്വാ തേദഭൂവാലാ വിസ്മയം പരമംഗതാം കേയം സിംഹസമാരൂഢ കുതോ വേദി സമുദ്രിതാം സുദർശനത്തു താം വീക്ഷ്യ സുബാഹുമിതി ചബ്രവീം. സിംഹത്തിൻ്റെ പുറത്തിരുന്ന് ഇവൾ ആരാണ്, എവിടെ നിന്ന് വന്നു? സുദർശനാകട്ടെ ദേവിയെ ദർശിച്ചിട്ട് സുബാഹുവിനോട് ഇങ്ങനെ പറഞ്ഞു: പശ്യരാജൻ മഹാദേവീ ആഗതാം ദിവ്യദർശനം അനുഗ്രഹായ മേ നൂനം പ്രാദുർഭൂത ഭയാന്വിതാം. മഹാരാജാവേ, നോക്കൂ, ദിവ്യദർശനയായ മഹാദേവി എഴുന്നള്ളിയിരിക്കുന്ന ദയാമയ്യായ ആ ദേവി പ്രാദുർഭവിച്ചത് എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവിയേ നമഃ. നിർഭയോഹം മഹാരാജ ജാതോസ്മി നിർഭയാൻ ദദീം സുദർശന സുബാഹുശ്ച താമ്യലോകവരാനഹാം. മഹാരാജാവേ, ഞാനിപ്പോൾ നിർഭയന്മാരിൽ വെച്ച് നിർഭയനാണ്. സുബാഹുവും സുദർശനും സുമുഖിയായ അംബികാദേവിയെ ദർശിച്ച് അവളെ നമസ്കരിച്ചു. ദർശനം കൊണ്ട് തന്നെ അവർ സന്തുഷ്ടരായി തീർന്നു. അപ്പോൾ സിംഹമൊന്നു ഗർജിച്ചു. അത് കേട്ട് പടക്കളത്തിലെ മദഗജങ്ങൾ പേടിച്ചു വിറച്ചു. അതിഭയങ്കരമായ കൊടുങ്കാറ്റ് വീശി. ദിക്കുകളെല്ലാം കറുത്തിരുണ്ടു. സുദർശനൻ അപ്പോൾ തൻ്റെ സേനാപതിയോട് പറഞ്ഞു: രാജാക്കന്മാർ നിൽക്കുന്ന ആ വഴിയിലൂടെ നീ വേഗം പോകണം. ദുഷ്ടബുദ്ധികളും ക്രൂദ്ധരുമായ രാജാക്കന്മാർ എന്തു ചെയ്യണമെന്നറിയണമല്ലോ. നമുക്ക് ശരണം നൽകാനാണ് ഭഗവതി എഴുന്നള്ളിയിരിക്കുന്നത്. രാജാക്കന്മാർ നിറഞ്ഞു ആ വഴിയിലൂടെ തന്നെ നമുക്ക് ഭയപ്പെടാതെ പോകാം. സ്മൃതാമയാ മഹാദേവി രക്ഷണാർത്ഥം ഉപാഗതാശ്രുത്വചനം സേനാപതിസ്തേന പഥോവ്രജൻ. മഹാദേവിയെ ഞാൻ സ്മരിച്ചു, നമ്മെ രക്ഷിക്കാൻ എത്തുകയും ചെയ്തു. അത് കേട്ട് സേനാപതി ആ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങി. അത് കണ്ട് അത്യധികം കോപിച്ച യുധാജിത്ത് രാജാക്കന്മാരോട് പറഞ്ഞു: പേടിച്ച് വിറച്ചു നിൽക്കുന്നു കന്യകയെ കൊണ്ടുവരുന്നവനെ കൊല്ല്. അവമന്യുചന സർവാൻ ബലഹീനോ ബലാധികാൻ കന്യാം ഗൃഹീതോ സംയാതി നിർഭയസ്തനസാ ശിശൂം കിം ഭീതാകാമിനീം വീക്ഷ്യ സിംഹോപരി സുസംസ്ഥിതാം നോപേക്ഷോ ഹി മഹാഭാഗ ഹന്തവ്യോത്ര സമാഹിതേ. സിംഹസ്ഥിലിരിക്കുന്ന ആ സുന്ദരിയെ കണ്ട് എന്താ നിങ്ങൾക്കെല്ലാം പേടിയാകുന്നു? മഹാഭാഗന്മാരെ, അങ്ങനെ അവനെ വിടരുത്. നമുക്കൊരുമിച്ച് ചേർന്ന് അവനെ വകവരുത്താം. അവനെ കൊന്നിട്ട് അണിഞ്ഞൊരു നിൽക്കുന്ന സുന്ദരിയായ കന്യകയെ നമുക്ക് കൈക്കലാക്കാം. സിംഹം പിടികൂടിയതിനെ കുറുക്കൻ കൊണ്ടുപോയിക്കൂടാം. ഇക്തിത്വാ സൈന്യസംയുക്ത ശത്രുജിത് സ്ഥിതസ്തദാം യോദ്ധുകാമ സുസംപ്രാപ്തോ യുധാജിത് ക്രോധസംവ്രതാം. ക്രുധനായ യുധാജിത്തുടനെ യുദ്ധത്തിനൊരുങ്ങിയപ്പോൾ ഇരുമ്പ് പണിക്കാരൻ രാഗിക്കുർപ്പിച്ച് മൂർച്ച വരുത്തിയും കട ഒരുപോലുള്ളതുമായ അമ്പുകൾ യുധാജിത്ത് കർണാന്തത്തോളം ഞാൻ വലിച്ച് തുരിതര പ്രയോഗിച്ചു. ദുഷ്ടബുദ്ധിയായ യുധാജിത്ത് സുദർശനെ കൊല്ലണമെന്ന വിചാരത്തോടെ അവൻ്റെ മേൽ കൂരമ്പുകൾ ചൊരിഞ്ഞു. സുദർശനാകട്ടെ തൻ്റെ നേർക്ക് പാഞ്ഞു വരുന്ന അമ്പുകൾ ഓരോന്നും മറുബാണങ്ങൾ കൊണ്ട് അപ്പോൾ തന്നെ മുറിച്ചു കളഞ്ഞു. ഏവം യുദ്ധേ പ്രവൃത്തേത ചുകോപ ചണ്ഡികാവൃശം ദുർഗാദേവി മോചാതബാണാൻ യുദ്ധാജിതം പ്രതി. ഇങ്ങനെ യുദ്ധം മുറുകവേ ചണ്ഡികാദേവി ക്രൂദ്ധയായിക്കൊണ്ട് യുധാജിത്തിന് നേർക്ക് അമ്പുകളെയ്തു. അപ്പോഴേക്കും ആ ജഗദംബിക നാനാശസ്ത്രങ്ങൾ ധരിച്ച് നാനാരൂപം
കൈക്കൊണ്ട് അതിഭയങ്കരമായ രൂപം ചെയ്തു. ശത്രുജിത്തും മഹാരാജാവായ യുധാജിത്തും ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ജഗദംബയുടെ അസ്ത്രങ്ങളേറ്റ് രണ്ടുപേരും തേരിൽ നിന്ന് വീണപ്പോഴേക്കും എങ്ങും ജയ ജയ ശബ്ദം മുഴങ്ങി. രാജാക്കന്മാരെല്ലാം ദേവിയുടെ ദിവ്യരൂപം കണ്ട് വിസ്മയിച്ചു. യുധാജിത്തിൻ്റെ പക്ഷത്തായിരുന്നു സുബാഹുവിൻ്റെ മാതുലനും ഭാഗിനേയനും അവിടെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അതും രാജാവിനെ വിസ്മയിപ്പിച്ചു. ആ രണ്ടുപേരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി കണ്ട സുബാഹു അത്യധികം സന്തുഷ്ടനായി ദുർഗതിനാശിനിയായ ദുർഗയെ സ്തുതിച്ചു. നമോ ദേവ്യേ ജഗദ്ധാത്രേ ശിവായേ സതതം നമ ദുർഗായേ ഭഗവത്യേതേ കാമദായ നമോ നമ നമഃ ശിവായേ ശാന്തേതേ വിദ്യായേ മോക്ഷദേ നമ വിശ്വവ്യാപ്തൈ ജഗന്മാതർ ജഗദ്ധാത്രേ നമോ ശിവാം. ത്വദ്ദർശനാദഹമഹോ സുഹൃതികൃതാർത്ഥോ ജാതോസ്മി ദേവി ഭുവനേശ്വരി ധന്യജന്മാ ബീജം നദേന ഭജനം കില വേദ്മി മാതർ ജാതസ്തവാദ്യ മഹിമാ പ്രകടപ്രഭാവ. ദേവി, അവിടുത്തെ ദർശനം സാധിച്ച നിമിത്തം ഞാൻ സുഹൃതിയും കൃതാർത്ഥനുമായി തീർന്നിരിക്കുന്നു. ഹേ ഭുവനേശ്വരി, എൻ്റെ ജന്മം ധന്യമായി. എനിക്ക് അവിടുത്തെ ബീജമന്ത്രം അറിഞ്ഞുകൂടാ, ഭജനവും അറിഞ്ഞുകൂടാ. എങ്കിലും അമ്മേ, ഇന്ന് എനിക്ക് അവിടുത്തെ മഹിമാതിരേകം പ്രത്യക്ഷമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. വ്യാസവാച ഏവം സ്തുതാ തഥാ ദേവി പ്രസന്ന വദനാ ശിവ ഉവാച തർവം ദേവി വരയം വരദശ്രുവ. രാജാവ് ഇഷ്ടമുള്ള വരം വരിച്ചുകൊള്ളൂ എന്ന് ദേവി രാജാവിനോട് പറഞ്ഞു. വ്യാസവാച തസ്യാദിത്തധ്വനം ശ്രുത്വാ ഭവന്യാസ നൃപോത്തമ പ്രവാച വചനം ദത്ത സുബാഹുർ ഭക്തി സംയുത. ദേവി ഇങ്ങനെ അരുളി ചെയ്തു കേട്ടപ്പോൾ മഹാരാജാവായ സുബാഹു വളരെ ഭക്തിയോടുകൂടി ഇങ്ങനെ പറഞ്ഞു. ഏകദോ ദേവലോകസ്യ രാജ്യം ഭൂമണ്ഡലസ്യ ച ഏകദോ ദർശനം ദേവ നചതുല്യം കഥാചന. അവിടുത്തെ ദർശനത്തിന് തുല്യമായി വേറെ ഒന്നുമില്ല. അവിടുത്തെ പുണ്യദർശനത്തിന് തുല്യമായി എന്നെ സംബന്ധിച്ച് 3 ലോകങ്ങൾ പോലും ഒന്നുമല്ല. അവിടത്തോട് ഞാൻ എന്ത് യാചിക്കാനാ? ഭൂമിയിൽ എൻ്റെ ജന്മം തന്നെ സഫലമായിരിക്കുന്നു. അമ്മേ, ഇഷ്ടപ്പെട്ട വരമായി ഞാൻ ആഗ്രഹിക്കുന്നത് ഇതുമാത്രമാണ്. എനിക്ക് അവിടത്തോട് സദാ നിരന്തരവും അചഞ്ചലവുമായ ഭക്തി ഉണ്ടാകണമേ. അമ്മേ, കാശീനഗരത്തിൽ സദാ സന്നിഹിതയായിരിക്കണമേ. ദുർഗ എന്ന പേരിൽ ശക്തിസ്വരൂപിണിയായി ഇവിടെ കൊടികൊള്ളണമേ. അമ്മേ, അവിടുന്ന് എങ്ങനെയാണോ ശത്രുക്കളുടെ സമൂഹത്തിൽ നിന്ന് സുദർശനെ കാത്തുരക്ഷിച്ചത്, അതുപോലെ ഈ നഗരത്തെയും സദാ സംരക്ഷിക്കണമേ. അംബികെ, ലോകത്തിൽ ഈ നഗരിക്ക് സുസ്ഥിതിയും ഉറപ്പും ഉണ്ടാകുന്ന കാലം വരെ അവിടുന്ന് ഇതിനെ സംരക്ഷിക്കണമേ. അത്രയും കാലം ഹേ ദേവി ദുർഗേ കൃപാനിധേ, അവിടുന്ന് ഇവിടെ ഉണ്ടാവണേ. ഇതാണ് എനിക്ക് അവിടത്തു നിന്ന് ആഗ്രഹിക്കുന്ന വരം. പലതരത്തിലുള്ള അഭീഷ്ടങ്ങളും നൽകണേ. ശത്രുക്കളെ നശിപ്പിക്കണേ. ലോകത്തിന് സർവമംഗളങ്ങളും നൽകണേ. ഇതി സംപ്രാർത്ഥിതാ ദേവി ദുർഗാ ദുർഗതിനാശി തമുവാചതുവം ദത്യ സുത്വാ വൈ സംസ്ഥിതം പുന. ഇങ്ങനെ രാജാവ് പ്രാർത്ഥിച്ചു കേട്ട് സ്തുതിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന രാജാവിനോട് ദുർഗതിനാശിനിയായ ദുർഗാദേവി ഇങ്ങനെ അരുളി ചെയ്തു. രാജൻ സദാ നിവാസോ മേ മുക്തിപുര്യാം ഭവിഷ്യതി രക്ഷാർത്ഥം സർവലോകാനാം യാവത്തിഷ്ടതി മേദിനി. രാജൻ, കാശീപുരിയിൽ എൻ്റെ നിരന്തര വാസമുണ്ടാകും. സകല ജീവജാലങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി എത്ര കാലം ഭൂമി നിലനിൽക്കുമോ അത്രയും കാലം എൻ്റെ സാന്നിധ്യവും അവിടെ ഉണ്ടായിത്തീരും. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവിയേ നമ. ഓം ശ്രീ കാശീപുരാധീശ്വര്യേ നമ. അധോ സുദർശനാസ്തത്ര സമാഗത്യ മുദാന്വിത പ്രണമ്യ പ്രയാഭക്തി അത്യുഷ്ടാവ ജഗദംബികം. അപ്പോഴേക്കും സുദർശനനും ജഗദംബിയെ പരമഭക്തിയോടെ സ്തുതിച്ചു. ആശ്ചര്യം തന്നെ. അവിടുത്തെ കൃപാതിരേകത്തെപ്പറ്റി ഞാൻ എന്ത് പറയട്ടെ? ഭക്തിഹീനനായി ഈ ഉള്ളവനെ അവിടുന്ന് രക്ഷിച്ചുവല്ലോ. സ്വഭക്തരിൽ അനുകമ്പയുള്ളവരാണ് എല്ലാവരും. എന്നാൽ ഭക്തിയില്ലാത്തവരെ പോലും രക്ഷിക്കുക എന്നതാണ് അമ്മയുടെ സ്വഭാവം. ത്വം ദേവി സർവം സജസി പ്രപഞ്ചം ശ്രുത്വാ മയാ ബാലയസി സുസൃഷ്ടം
ത്വമത്സി സംഹാരപരേ ച കാലേ നതേത്ര ചിത്രം അമരക്ഷണം വൈ. ഈ ജഗത്തിനെ മുഴുവൻ സൃഷ്ടിക്കുന്നത് അവിടെ നിന്നാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ സൃഷ്ടിച്ച ഇതിനെ രക്ഷിക്കുന്നതും ഹേ സംഹാരൂപിണി അവിടെ നിന്നാണ് ഇതിനെ യഥാകാലം സംഹരിക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് എന്നെ രക്ഷിച്ചതിൽ എന്ത് അത്ഭുതം ദേവി. ഞാൻ എന്താണ് അവിടത്തേക്ക് ചെയ്യേണ്ടെന്ന് കൽപ്പിച്ചു തരൂ. ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വേദകം നിർദ്ദേശിച്ചാലും അമ്മേ, ഞാൻ കാര്യവിമൂഢനാണ്. അവിടുത്തെ അനുസരിച്ച് ഞാൻ പോവുകയോ നിൽക്കുകയോ വിഹരിക്കുകയോ ചെയ്യാം. അങ്ങനെ സുദർശനം പ്രാർത്ഥിക്കെ ദേവി ജഗദംബിക ദയാലുവായി അരുളി ചെയ്തു, ഹേ മഹാഭാഗ, അങ്ങ് അയോധ്യയിലേക്ക് പോവുക. പുരോചിതമായി രാജ്യം ഭരിക്കുക. എന്നെ സദാ സ്മരിച്ചു കൊള്ളണം. പണിപ്പെട്ടായാലും പൂജിച്ചു കൊള്ളണം. രാജാവേ, നിന്റെ രാജ്യത്തിന് എന്നും ഞാൻ മംഗളം നൽകുന്നു. വിശേഷിച്ചും അഷ്ടമിയിലും ചതുർദശിയിലും നവമിയിലും എൻ്റെ പൂജ ബലിദാനാദി ചടങ്ങുകളോടെ നടത്തണം. രാജാവേ, അങ്ങ് നിഷ്കളങ്കനാണ്. നഗരത്തിൽ ക്ഷേത്രം പണിയിച്ച് എൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കണം. 3 നേരവും ഭക്തിപൂർവ്വം പൂജിക്കണം. എല്ലാ ശരത്കാലത്തും നവരാത്രി വിധി അനുസരിച്ച് വളരെ ഭക്തിഭാവത്തോടെ മഹാപൂജ നിർവഹിക്കണം. ചൈത്രേ അശ്വിനേ തഥാഷാഢേ മാഘേ കാര്യ മഹോത്സവ നവരാത്രേ മഹാരാജ പൂജ കാര്യ വിശേഷത. ചൈത്രം, അശ്വിനം, ആഷാഢം, മാഘം എന്നീ മാസങ്ങളിൽ മഹോത്സവം നടത്തണം. മഹാരാജാവേ, നവരാത്രിക്ക് എനിക്ക് വിശേഷാൽ പൂജയും നടത്തണം. കൃഷ്ണപക്ഷത്തിലെ ചതുർദശിയിലും അതുപോലെ അഷ്ടമിയിലും ഭക്തന്മാരായ വിദ്വാൻമാർ എൻ്റെ പൂജ മുടങ്ങാതെ നടത്തണം. ഇങ്ങനെ ആജ്ഞാപിച്ചിട്ട് ഇത്യുക്ത്വാ അന്തർഹിതോ ദേവി ദുർഗതിനാശിനി നദാ സുദർശനേന അധസ്തുദ്വാച ബഹുവിസ്തരം. ആ ദുർഗതിനാശിനിയായ ദുർഗ അന്തർധാനം ചെയ്തു. സുദർശനൻ നമസ്കരിക്കുകയും ദേവിയെ വിസ്തരിച്ച് സ്തുതിക്കുകയും ചെയ്തു. ദേവി അന്തർധാനം ചെയ്തു എന്നത് കണ്ടിട്ട് രാജാക്കന്മാരുമെല്ലാം അടുത്തിയെന്ന് ദേവന്മാർ ഇന്ദ്രനെ എന്നപോലെ സുദർശനെ സ്തുതിക്കുവാൻ തുടങ്ങി. എല്ലാവരും അദ്ദേഹത്തെ വണങ്ങിയിട്ട് മുന്നിൽ ചെന്നു. അപ്പോൾ രാജാക്കന്മാരെല്ലാവരോടും കൂടി അയോധ്യാധിപതിയായ സുദർശനോട് ചോദിച്ചു, രാജാവേ, അങ്ങാണ് ഞങ്ങളുടെ ശാസ്താവ്. സദാ ഞങ്ങൾ അങ്ങയുടെ പാദസേവകരാണ്. അങ്ങ് അയോധ്യാധിപതിയായി തീർന്ന് ഞങ്ങളെയും രക്ഷിക്കുക. അങ്ങയുടെ പ്രസാദത്താൽ ഞങ്ങൾക്ക് മംഗളസ്വരൂപിണിയും വിശ്വേശ്വരയും പുരുഷാർത്ഥപ്രദയും ആദിശക്തിയുമായ ഭഗവതീ ദേവിയെ ദർശിക്കുവാൻ കഴിഞ്ഞല്ലോ. അങ്ങ് ധന്യനും കൃതകൃത്യനുമാണ്. ഭൂമിയിൽ അത്യധികം പുണ്യം ചെയ്തവനാണ്. കാരണം അങ്ങേക്ക് വേണ്ടിയാണല്ലോ സനാതനിയായ ആ ദേവി പ്രത്യക്ഷപ്പെട്ടത്. ഞങ്ങൾ ധനം, ഭാര്യ, പുത്രന്മാർ എന്നു തുടങ്ങിയ ചിന്തയിൽ സദാ മുഴുകിയിരിക്കുന്നതാണ്. കാമം, ക്രോധം എന്നീ മഹാമത്സ്യങ്ങളുള്ള ഘോരമായ സംസാരസാഗരത്തിൽ മുഴുകിയിരിക്കുന്നവരാണ്. അങ്ങ് സർവജ്ഞനാണ്. ശക്തിസ്വരൂപിണി ആരാണ്? ഭവത്വം നൗശ്ച സംസാരേ സാധവോതി ദയാപര തസ്മാന്നോ വദഗാഗുസ്ഥ ദേവീ മഹാത്മ്യമുത്തമം. യത് പ്രഭാവാ ച സാ ദേവി യത് സ്വരൂപ യദുദ്ഭവ തത്സർവം ശ്രോതുമിച്ഛാസ്തം ബ്രൂഹി നവരോത്തമ. എന്തു പ്രഭാവമുള്ളവളാണ് ദേവി? ഇവൾ ആരാണ്? ആ ദേവിയുടെ മഹാത്മ്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അവർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ധ്രുവസന്ധിയുടെ പുത്രനായ രാജാവ് ദേവിയെ മനസ്സാ സ്മരിച്ചിട്ട് അവരോട് ഇപ്രകാരം പറഞ്ഞു, രാജാക്കന്മാരെ, ആ ദേവിയുടെ അത്ഭുത ചരിത്രത്തെക്കുറിച്ച് ഞാൻ എന്ത് പറയട്ടെ? ബ്രഹ്മാദികളും അതുപോലെ ഇന്ദ്രദേവാദികളും ദേവിയുടെ മഹാത്മ്യം അറിയുന്നില്ല. സർവസ്യ അദ്യ മഹാലക്ഷ്മിർ വരേണ്യ ശക്തിരുത്തമ സാത്വികീയം മഹീബാല ജഗത് പാലന തൽപരാം. എല്ലാറ്റിനും ആദ്യം വരേണ്യമായ മഹാലക്ഷ്മിയാണ് ഇവൾ. രാജാക്കന്മാരെ, ജഗത്തിനെ പാലിക്കുന്നതിൽ തൽപരയായ സാത്വികീ ശക്തിയാണ് ഇവൾ. ദേവിയുടെ ചതുർവ്യൂഹക്രമമായ സ്വരൂപത്തെയാണ് വർണ്ണിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് മഹാലക്ഷ്മി. ഒന്നാം സ്കന്ധത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു. മഹാലക്ഷ്മി വിഷ്ണുവിന് ദർശനം കൊടുക്കുന്നു. സമുദ്രത്തിൽ ആലിലയിൽ ശയിക്കുന്ന വടസ്യപത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാസ്മരാമി. ആ മുകുന്ദന് ദർശനം കൊടുക്കുന്ന ദേവിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ മഹാലക്ഷ്മിയാണ് ഇവിടെ സുദർശനന് വേണ്ടി പ്രത്യക്ഷപ്പെട്ടത്. അവൾ രജോരൂപിണിയായ ജഗത് സൃഷ്ടി നടത്തുന്നു. സത്യസ്വരൂപിണിയായ ജഗത്തിനെ രക്ഷിക്കുന്നു. തമോരൂപിണിയായ ജഗത്തിനെ സംഹരിക്കുന്നു.
അവൾ ത്രിഗുണാത്മികയാണെന്ന് പറയപ്പെടുന്നു. ഗുണത്രയം സ്വീകരിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ നടത്തുന്നുണ്ടെങ്കിലും അവൾ നിർഗുണയായ പരാശക്തിയാണ്. സർവകാമങ്ങളെയും പ്രദാനം ചെയ്യാൻ സമർത്ഥയാണ്. രാജാക്കന്മാരെ ബ്രഹ്മാദി സകലതിൻ്റെയും കാരണം അവൾ തന്നെയാണ്. നിർഗുണ സർവദാ ജ്ഞാതും അശക്യ യോഗിഭിർ നൃപ സഗുണ സുഖസേവ്യ സാ ചിന്തനീയ സദാ ബുധേ. രാജാക്കന്മാരെ നിർഗുണയായ അവളെ യോഗികൾക്കും അറിയാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് അവൾ സഗുണഭാവം കൈക്കൊള്ളുന്നത്. അവളുടെ സുഗുണമായ രൂപം വിദ്വാൻമാർക്ക് നന്നായി ഉപാസിക്കാനും സ്മരിക്കാനും കഴിയും. തുടർന്ന് പത്നിയോടും അമ്മയോടുമൊപ്പം രാജാവ് അയോധ്യയിൽ എത്തിച്ചേർന്നു. അയോധ്യയിൽ എത്തിച്ചേർന്ന് സുദർശനൻ സകല ജനങ്ങളെയും സമ്മാനിച്ചുകൊണ്ട് തൻ്റെ രാജധാനിയിലേക്ക് പ്രവേശിച്ചു. മന്ത്രിമാർ വന്ദിച്ചു. കന്യമാരാകട്ടെ പൂക്കളും മലരും വാരിത്തൂകി. സുദർശന മഹാരാജാവ് അയോധ്യയിൽ ചെന്ന ഉടനെ സുഹൃത്തുക്കളോടുകൂടി രാജ്യഗൃഹത്തിലെത്തി ശത്രുജിത്തിൻ്റെ ദുഃഖവാർത്തയായിരിക്കുന്ന മാതാവിനെ കണ്ട് നമസ്കരിച്ചു. യുദ്ധത്തിൽ മരിച്ച ശത്രുജിത്തിൻ്റെ മാതാവായ ലീലാവതിയെ കണ്ട് നമസ്കരിച്ചു. അമ്മയുടെ പാദങ്ങളിൽ ഞാൻ ആണയിട്ട് പറയട്ടെ, അമ്മയുടെ മകനെ ഞാനല്ല യുദ്ധത്തിൽ വധിച്ച്, പിതാവായ യുധാജിത്തിനെ വധിച്ചത് ഞാനല്ല. ദുർഗായൗ തൗ ഹതൗ സംഖ്യേ നാപരാധോ മമാത്ര വൈ അവശ്യം ഭാവി ഭാവേഷു പ്രതീകാരോ ന വിദ്യതേ. ഇതിൽ പ്രതികാരത്തിന് സ്ഥാനമില്ല. ദേവി തന്നെയാണ് അവരെ വധിച്ചത്. അഭിമാനവതിയായ അമ്മയെ മരിച്ച മകനെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. ഓരോ ജീവനും സ്വകർമ്മത്തിന് അധീനനാണ്. സ്വകർമ്മഫലമായുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. അമ്മയെ ഞാൻ അവിടുത്തെ ദാസനാണ്. എൻ്റെ അമ്മ മനോരമ എങ്ങനെയാണ് അതുപോലെയാണ് എനിക്ക് അമ്മയും. നിങ്ങൾ തമ്മിൽ ഒട്ടുമേ ഭേദമില്ല. ചെയ്ത കർമ്മസുഖങ്ങളുടെ ശുഭാശുഭങ്ങൾ അനുഭവിച്ചേ മതിയാവൂ. അതുകൊണ്ട് ഈ സുഖദുഃഖങ്ങളിൽ ഒരിക്കലും ശോചിക്കാൻ പാടില്ല. ഈ ജഗത്ത് മുഴുവൻ ഈശ്വരന് അധീനമാണ്. അതൊരിക്കലും തനിക്ക് അധീനമല്ല. അതുകൊണ്ട് ബുദ്ധിമാന്മാർ ദുഃഖത്താൽ തളരരുത്. ഈ മനുഷ്യജന്മം ദുർലഭമാണ്. പ്രത്യേകിച്ച് പവിത്രമായ ഈ ഭാരതഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്നത് എല്ലാ പ്രാണത്തിനും ആഹാരാദി സുഖമുണ്ട്. അങ്ങനെ ദുർലഭമായ മനുഷ്യ ശരീരം ലഭിച്ചിട്ട് അതിനെ ധർമാനുഷ്ഠാനത്തിനുള്ള ഉപാധിയാക്കുകയാണ് ചെയ്യേണ്ടത്. മനുഷ്യർക്ക് അത് സ്വർഗത്തെയും മോക്ഷത്തെയും പ്രദാനം ചെയ്യും. എന്നാൽ മറ്റു യോനികളിൽ ജനിച്ച പ്രാണികൾക്ക് അത് ദുർലഭവുമാണ്. സുദർശനൻ ഇത്രയും പറഞ്ഞത് കേട്ടപ്പോൾ ലീലാവതി വളരെ ലജ്ജിച്ചു. അവൾ പുത്രദുഃഖം വെടിഞ്ഞ് കണ്ണീരോടെ അവനോട് പറഞ്ഞു, മകനെ, ഞാൻ അപരാധം ചെയ്തവളാണ്. യുധാജിത്താണ് അതിന് കാരണം. അദ്ദേഹം നിന്റെ മാതാമോഹനെ വധിച്ചു, രാജ്യം അപഹരിച്ചു. മകനെ, അന്ന് അദ്ദേഹത്തിൻ്റെയോ മകനെയോ തടയാൻ ഞാൻ അശക്തയായിരുന്നു. അദ്ദേഹമാണ് അത്. ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. രാജകുമാരൻ മാതാവ് പറഞ്ഞതെല്ലാം കേട്ടു. മഹാഭാഗ്യശാലിയുള്ളവനെ, നീ രാജ്യം ഭരിക്കണം. പ്രജകളെ ധർമ്മസൂത്രം അനുസൃതം പാലിക്കണം. ഭഗവതിയുടെ പ്രസാദത്താൽ ഈ രാജ്യം ഇപ്പോൾ ശത്രുരഹിതമായി തീർന്നിരിക്കുന്നു. മനോഹരമായ സിംഹാസനം അദ്ദേഹം നിർമ്മിച്ചു. അതിൽ സ്വർണമയമായ ഒന്ന് സിംഹാസനസ്ഥിതയായ ദേവിയെ സദാ പൂജിച്ചു. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങൾ നൽകാൻ കഴിവുള്ള ദേവിയെ ആ സിംഹാസനത്തിൽ അദ്ദേഹം പ്രതിഷ്ഠിച്ചു. പണ്ട് രാമാദി രാജാക്കന്മാർ ചെയ്തതുപോലെ രാജ്യം ഭരിക്കാം. കാമാർത്ഥങ്ങളെല്ലാം നൽകാൻ കഴിവുള്ളവളാണ് ശിവയും ശക്തിസ്വരൂപിണിയുമായ ദേവി. നഗരവാസികളെല്ലാം ആ ദേവിയെ വന്ദിക്കുകയും പൂജിക്കണം എന്ന് ചിന്തിച്ച് അദ്ദേഹം അതിമനോഹരമായ ഒരു മന്ദിരം സ്ഥാപിച്ചു. വിഗ്രഹവും ഉണ്ടാക്കിച്ചു. നല്ല ദിവസം നല്ല ശുഭത്തിൽ അദ്ദേഹം കാശി നഗരത്തിൽ വിധിപ്രകാരമുള്ള ഹവനങ്ങളും ദേവതാപൂജകളും നടത്തി. ബുദ്ധിമാനായ രാജാവ് ദേവീ മന്ദിരത്തിൽ പ്രതിഷ്ഠ നടത്തി. അതിൽ പിന്നെ വാദ്യഘോഷങ്ങളോടുള്ള ഉത്സവവും നടത്തി. വേദോച്ചാരണ ഘോഷങ്ങളും നടത്തി. പ്രതിഷ്ഠ നടത്തിയ ശേഷം വേദജ്ഞരായ ബ്രാഹ്മണരെ കൊണ്ട് മംഗളസ്വരൂപിണിയായ ദേവിക്ക് വിധിപ്രകാരമുള്ള പൂജകളും നടന്നു.
ഗ്രാമേ ഗ്രാമേ ച പ്രാസാദാം ചക്രു സർവേ ജനാധിപാ ദേവ്യാ പൂജ തഥാ പ്രീത്യ കോസലേഷു പ്രവർത്തിത. സാമന്തന്മാരായ രാജാക്കന്മാർ രാജ്യത്തിലെ ഗ്രാമങ്ങൾ തോറും ദേവീ മന്ദിരങ്ങൾ പണിയിച്ചു. അങ്ങനെ കോസല രാജ്യത്തെങ്ങും ദേവീ പൂജ സസന്തോഷം നിർവഹിക്കപ്പെട്ടു തുടങ്ങി. സുബാഹുരവി കാശ്യാം തു ദുർഗായ പ്രതിമാം ശുഭാം കാരയിത്വാച പ്രാസാദം സ്ഥാപയാമാസ ഭക്തിത. സുബാഹുവും കാശിയിൽ ദേവീമന്ദിരങ്ങൾ നിർമ്മിച്ച് അവയിൽ ദുർഗാദേവിയുടെ വിഗ്രഹം സ്ഥാപിച്ചു. കാശി നഗരവാസികൾ എല്ലാവരും വിശ്വനാഥനെ എങ്ങനെ പൂജിക്കുന്നുവോ അതുപോലെ തന്നെ പ്രേമഭക്തിയോടുകൂടി അന്നദാനേശ്വരിയായ കാശി പുരാധീശ്വരിയെയും വിധിപ്രകാരം പൂജിച്ചു. ആ ദുർഗാദേവിയുടെ നാമം ഭൂമിയിലെങ്ങും പ്രസിദ്ധമായി. കാശി നഗരവും അയോധ്യ നഗരവും മഹാരാജാവെ ദേശം തോറുമുള്ള ആളുകൾക്ക് ഭക്തികേന്ദ്രമായി വന്നു. സർവത്ര ഭാരതേ ലോകേ സർവവർണേഷു സർവദാ ഭജനീയ ഭവാനിത്തു സർവേഷാം അഭവത്തദാം. ഭാരതത്തിൽ എല്ലായിടത്തും എല്ലാ വർണ്ണങ്ങളിലും പെട്ടവർക്കും എല്ലാ വിധത്തിലും ഭജനീയമായി തീർന്നു ഭവാനി ദേവി. ശക്തിഭക്തിരഥാ സർവേ മാനിന്യശ്ച ഭവാൻ നൃപാം ആത്മൈതൈരഥസ്തോത്രൈ ജപധ്യാനപരായണ. വേദോക്തമായ സ്തോത്രങ്ങൾ ചൊല്ലും, ജപധ്യാനാദികൾ മൊഴിയും ശക്തിവാസകരായ ആണെന്ന് അഭിമാനം കൊള്ളുന്നവരായി തീർന്നു എല്ലാ ജനങ്ങളും. നവരാത്രേഷു സർവേഷു ചക്രു സർവേ വിധാനത അർച്ചനം ഹവനം യാഗാം ദേവി ഭക്തിപരാജന. നവരാത്രികളോടും വിധിയനുസരിച്ച് അർച്ചനം ഹവനം യാഗം എന്നു തുടങ്ങിയ ഭക്തിപൂർവം ജനങ്ങൾ അനുഷ്ഠിച്ചു. വസന്തത്തിലും നവരാത്രി പൂജ ഭക്തിപൂർവം നടത്തേണ്ടാണ്. ശരത്കാലത്ത് വിധിയനുസരിച്ച് ചെയ്യേണ്ട പൂജാവിധികൾ എന്താണെന്ന് കേൾക്കൂ എന്ന് വ്യാസൻ ജനമേജയനോട് പറഞ്ഞു. ശരത്തെന്നും വസന്തമെന്നും പേരുള്ള രണ്ട് ഋതുക്കളും സകല പ്രാണികൾക്കും ക്ലേശം നൽകുന്നതാണ്. അതിനാൽ ശുഭം ആഗ്രഹിക്കുന്നവർ ഈ കാലത്ത് നവരാത്രി പൂജയിൽ തൽപരരാകണം. മനുഷ്യർക്ക് മഹാരോഗമുണ്ടാക്കുന്നവയാണ് ഈ രണ്ട് ഋതുക്കളും. ഈ ശരത് വസന്തങ്ങൾ സർവനാശം വരുത്തിവെക്കുകയും ചെയ്തു. തസ്മാത് തത്ര പ്രകർത്തവ്യം ചണ്ഡികാപൂജനം ബുധൈ ചൈത്രാശിനേ ശുഭേ മാസേ ഭക്തിപൂർവം നരാധിപം. അതുകൊണ്ട് അറിവുള്ളവർ ആ സമയത്ത് ചണ്ഡികാപൂജ നടത്തുക തന്നെ വേണം. രാജാവെ, ഭക്തിപൂർവം ചണ്ഡികാപൂജ നടത്തുവാൻ ശുഭമായ മാസങ്ങളാണ് ചൈത്രവും ആശ്വിന്യവും. അമാവാസി തുടങ്ങിയാൽ പൂജ നടത്താനുള്ള ഒരുക്കങ്ങൾ തുടങ്ങണം. ഒരു ദിവസം ഒരു നേരം ഭവിഷ്യന്നം മാത്രം ഭക്ഷിക്കാം. സമനിരപ്പുള്ള ശുചിയായ സ്ഥലത്ത് മണ്ഡപം നിർമ്മിക്കണം. 16 മുഴം വിസ്താരമുണ്ടായിരിക്കണം. തൂണും കൊടിക്കൂറയും ഉണ്ടായിരിക്കണം. വെളുത്ത മണ്ണും ചാണകവും കൊണ്ട് പിന്നെ അത് മെഴുകി ശുദ്ധമാക്കണം. അതിൻ്റെ മധ്യഭാഗത്തായി ശുഭ്രവും സ്ഥിരവും സമഗ്രവുമായൊരു വേദി ഒരുക്കണം. ആ വേദിക്ക് ഒരു പീഠം വയ്ക്കാനുള്ള ഉത്തമമായ സ്ഥാനം ചെയ്തിരിക്കണം. ദേവീതത്വം അറിവുള്ളവരും ആചാരനിഷ്ഠരും വേദാംഗം അഗാധ ജ്ഞാനമുള്ളവരുമായ ബ്രാഹ്മണരെ അന്ന് തന്നെ യജ്ഞാർത്ഥം ക്ഷണിക്കണം. പ്രതിപതി ദിവസം തന്നെ പ്രഭാതത്തിൽ തന്നെ വിധിയനുസരിച്ച് സ്നാനം ചെയ്യണം. അത് നദിയിലോ സമുദ്രത്തിലോ തടാകത്തിലോ കുളത്തിലോ കിണറ്റിലോ ഗൃഹത്തിലോ ആകാം. പ്രാതർനിത്യം പുരകൃത്വാദിജാനം വരണം തഥാ അർഘ്യപാദ്യാദികം സർവം കർത്തവ്യം മധുപൂർവകം. പ്രഭാതകാലത്ത് ചെയ്യേണ്ടതായ നിത്യകർമ്മങ്ങൾ ചെയ്തതിനു ശേഷം യജ്ഞത്തിനു വേണ്ടി ദ്വിജന്മാരെ വരിക്കണം. മധുവർക്കത്തോടുകൂടി അർഘ്യപാദാദികൾ എല്ലാം നൽകി വേണം വരിക്കാൻ. തൻ്റെ ശക്തിക്കനുസരിച്ച് വസ്ത്രാലങ്കാരാദികൾ നൽകണം. വേണ്ടത്ര ഉണ്ടെങ്കിൽ ലുപ്ത് കാണിക്കുകയരുത്. ബ്രാഹ്മണൻ സന്തുഷ്ടരായാൽ കാര്യം സർവദാ സമ്പൂർണമായി തീരും. ചണ്ഡി, സപ്തശതി തുടങ്ങിയ ഇവയോടൊപ്പം പാരായണം ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി 9, 5, 3, 1 ബ്രാഹ്മണർ ഉണ്ടായിരിക്കണം. ശാന്തനായ ഒരു ബ്രാഹ്മണനെ പാരായണത്തിനായി വരിക്കണം. വേദമന്ത്രവിധി അനുസരിച്ച് സ്വസ്തി വാചകം ചെയ്യിക്കണം. ചണ്ഡിക, സപ്തശതി തുടങ്ങിയവ പാരായണം ചെയ്യുന്നതിന് ഒരു ബ്രാഹ്മണനെ മാത്രമേ ക്ഷണിക്കാറുള്ളൂ എന്നിൽ അദ്ദേഹത്തെ വരിക്കണം.
വേദിയിൽ പട്ടുവസ്ത്രം വിരിച്ച് സിംഹാസനം സ്ഥാപിക്കണം. അവിടെ 4 തൃക്കൈകളോടും ആയുധധാരിയായ ജഗദംബികാദേവിയെ പ്രതിഷ്ഠിക്കണം. രത്നഭൂഷണ സംയുക്ത മുക്താഹാര വിരിഞ്ചിത ദിവ്യാംബരധരാ സൗമ്യ സർവലക്ഷണ സംയുത ശംഖപത്ര ഗദാപത്മധരാ സിംഹേ സ്ഥിത ശിവ അഷ്ടാദശഭുജാവാവി പ്രത്യഷ്ടാഭ്യാസനാദിനി. സനാദിനിയായ 18 കൈകളോടുകൂടിയ ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കാം. ദേവീ വിഗ്രഹം ലഭ്യമല്ലെങ്കിൽ നവാർണമന്ത്രം ആലേഖനം ചെയ്ത യന്ത്രം പൂജയ്ക്ക് വേണ്ടി പീഠത്തിൽ സ്ഥാപിക്കാം. ദക്ഷിണഭാഗത്തായോ മുന്നിലായോ കലശവും സ്ഥാപിക്കേണ്ടതാണ്. പഞ്ചപല്ലവ സംയുക്തം വേദമന്ത്രൈ സുസംസ്കൃതം സുതീർത്ഥ ജലസമ്പൂർണം ഹേമരത്നൈ സമന്വിതം. കലശത്തിൽ പുണ്യജലം നിറച്ചിരിക്കണം. അത് സ്വർണവും പഞ്ചരത്നങ്ങളും നിക്ഷേപിച്ചതും വേദമന്ത്രങ്ങൾ ജപിച്ച് പരിശുദ്ധമാക്കിയതും ആയിരിക്കണം. പാർശ്വേ പൂജാർത്ഥ സംഭാരം പരികൽപ്യേ സമന്തത ഗീതാവാദിത്ര നിർഘോഷാൻ കാരയേൻ മംഗളായ വൈം. പൂജയ്ക്ക് വേണ്ടി സംഭരിച്ച സാധനങ്ങൾ പാർശ്വഭാഗത്ത് സജ്ജീകരിച്ചു വയ്ക്കണം. സർവമംഗളങ്ങളും ഉണ്ടാകുന്നതിനായി ഗീതാവാദ്യാദികൾ മുഴക്കണം. പ്രതിപദത്തിൽ അത്തം നക്ഷത്രത്തിൽ പൂജിക്കുന്നത് അത്യുത്തമമായിരിക്കും. രാജാവേ, ആ ദിവസം ഉത്തമ വിധിയനുസരിച്ച് ചെയ്യുന്ന പൂജ മനുഷ്യർക്ക് സകല കാരണങ്ങളും സമ്പൂർണമായി നൽകുന്നതാണ്. പൂർണ്ണമായി ഉപവസിക്കുക, ഒരു നേരം മാസം ഭക്ഷിക്കുക അഥവാ രാത്രിയിൽ ഉപവാസ വ്രതമെടുക്കുക എന്നിങ്ങനെയുള്ള ഏതെങ്കിലും വ്രതത്തോടെ സങ്കല്പ പൂജ നടത്തിയിട്ട് യഥാവിധി പൂജ നടത്താം. അമ്മേ, ഉത്തമമായ നവരാത്രി വ്രതം ഞാൻ ആരംഭിക്കട്ടെ. ദേവി ജഗദംബികെ, എനിക്ക് അതിനുവേണ്ട എല്ലാ സഹായങ്ങളും അവിടുന്ന് നൽകണമേ. ചന്ദനം, അകിൽ, കർപ്പൂരം, മണമുള്ള പൂക്കൾ, മന്ദാരം തുടങ്ങി വിവിധതരം പുഷ്പങ്ങൾ കൊണ്ടും ധൂപാദികൾ കൊണ്ടും ജഗജ്ജനനിയെ യഥാവിധി പൂജിക്കണം. അർഘ്യം കൊടുത്തതിന് ശേഷം പലതരം ഫലങ്ങൾ, അതായത് നാളികേരം, മാതള നാരങ്ങ, ദാടിമം, വാഴപ്പഴം, നാരങ്ങ, ചക്ക തുടങ്ങിയ പഴങ്ങൾ ഭക്തിപൂർവ്വം പിന്നീട് അന്നവും നിവേദിക്കണം. ദേവിയുടെ മുമ്പിൽ വെച്ച് ഹോമത്തിനു വേണ്ടി ത്രികോണത്തിലൊരു കുണ്ഡം നിർമ്മിക്കണം. 4 കോണുള്ളതുമാവാം. ആകർഷമായ വിവിധ ദ്രവ്യങ്ങൾ കൊണ്ട് 3 നേരവും മുടങ്ങാതെ പൂജ ചെയ്യണം. ഗീതവാദ്യാദികളോടുകൂടി ഉത്സവവും നടത്തണം. നിത്യവും തറയിൽ കിടക്കണം. വസ്ത്രാലങ്കാരാദികളും ദിവ്യവും അമൃതമയവുമായ ഭോജനവും നൽകി കുമാരികളെ പൂജിക്കണം. ആദ്യത്തെ ദിവസം 1 കുമാരിയെ, 9ാമത്തെ ദിവസം 9 കന്യകാമാരെ. ഇങ്ങനെ സമ്പത്തിനനുസരിച്ച് പൂജാവിധികൾ വിസ്തരിച്ചോ ചുരുക്കുകയോ ചെയ്യാം. രാജാവെ, അംബികാ പൂജ നടത്തുമ്പോൾ ഒരിക്കലും ലുപ്ത് കാണിക്കരുത്. 1 വയസ്സിന് മാത്രം പാകമുള്ള കന്യകയെ പൂജയ്ക്ക് വേണ്ടി സ്വീകരിക്കരുത്. സുഗന്ധ അനുഭവങ്ങൾ അനുസരിച്ച് അവൾ തീരെ അറിവില്ലാത്തവളായിരിക്കും. 2 വയസ്സും പ്രായമുള്ള കന്യകയാണ് കുമാരിക. 3 വയസ്സുള്ളത് ത്രിമൂർത്തി, 4 വയസ്സുള്ള കല്യാണി, 5 വയസ്സുള്ളവൾ രോഹിണി, 6 വയസ്സുള്ള കാളിക, 7 വയസ്സുള്ളവൾ ചണ്ഡിക, 8 വയസ്സുള്ള ശാംഭവി, 9 വയസ്സുള്ളവൾ ദുർഗ, 10 വയസ്സുള്ളവൾ സുഭദ്ര. ഇത്രയും 2 മുതൽ 10 വയസ്സുവരെയുള്ള കന്യകമാരെ ആണ് പൂജിക്കേണ്ടത്. കുമാരിയെ പൂജിച്ചാൽ ദുഃഖവും ദാരിദ്ര്യവും ഇല്ലാതെയാകും. ശത്രുക്കൾ നശിക്കും. ധനവും ആയുസ്സും ഉണ്ടാവും. ബലവും അഭിവൃദ്ധിയും ഉണ്ടാകും. ത്രിമൂർത്തിയെ പൂജിക്കുന്നത് കൊണ്ട് ആയുസ്സും ധർമാർത്ഥ കാമങ്ങളുമാണ് ഫലം. ധനധാന്യങ്ങൾ വന്നു ചേരും. വിദ്യയെ ആഗ്രഹിക്കുന്നവനും വിജയം ആഗ്രഹിക്കുന്നവനും രാജ്യം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർത്ഥിവനും കല്യാണിയെ പൂജിക്കണം. ശത്രുനാശമാണ് ആഗ്രഹിക്കുന്നതിൽ കാളികയെ പൂജിക്കുക. ധനമാഗ്രഹിക്കുന്നവൻ ചണ്ഡികയെ പൂജിക്കുക. രാജാക്കന്മാരെ വശിക്കാനും ദുഃഖദാരിദ്ര്യങ്ങൾ ശമിക്കുവാനും യുദ്ധത്തിൽ വിജയം നേടുവാനും ശാംഭവിയെ ആചരിക്കുക. ക്രൂരന്മാരായ ശത്രുക്കളെ ഇല്ലാതാക്കുവാൻ പരലോക സുഖത്തിനും വേണ്ടി ദുർഗയെ ഭക്തിപൂർവ്വം ആചരിക്കുക, പൂജിക്കുക. അഭീഷ്ടങ്ങളെല്ലാം സാധിക്കുന്നതിന് സുഭദ്രയെ പൂജിക്കുക. രോഗശമനത്തിന് രോഹിണിയെയും വിധിയനുസരിച്ച് പൂജിക്കണം. ശ്രീരസ്തു എന്ന മന്ത്രം കൊണ്ടോ അഥവാ ശ്രീയുക്തമായ അത്യന്ത മന്ത്രങ്ങൾ കൊണ്ടോ ബീജമന്ത്രങ്ങൾ കൊണ്ടോ ഭക്തിയോടെ പൂജിക്കണം.
വേദം ആരുടെ സ്വരൂപമാണോ, ആരുടെ രൂപമാണോ അത്യന്തം പ്രകാശമാനായിരിക്കുന്നത്, ആരാണോ ചണ്ടമുണ്ടന്മാരെ സംഹരിച്ചത്, ആരുടെ കൃപ കൊണ്ടാണോ ഘോര പാപങ്ങൾ പോലും ഇല്ലാകുന്നത്, ആ ചണ്ഡികയെ ഞാൻ പൂജിക്കുന്നു. കൽപ്പാന്തങ്ങളിൽ ചരാചരാത്മക അഖില ബ്രഹ്മാണ്ടത്തെയും തന്നിൽ ലയിപ്പിക്കുന്ന ആരാണോ, ആ കാളിയെ ഞാൻ പൂജിക്കുന്നു. ആരാണോ ഭക്തനെ സദാ സങ്കടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത്, ആരാണോ സർവ്വ ദുഃഖങ്ങളിൽ നിന്നും ദൂരീകരിക്കുന്നത്, ആരെയാണോ ദേവന്മാർ പോലും അറിയാൻ കഴിയാതിരിക്കുന്നത്, ആ ദുർഗയെ ഞാൻ പൂജിക്കുന്നു. സുഭദ്ര അണിജ ഭക്താനാം ഗുരുദേ പൂജിതാ സദാ അഭദ്രനാശിനീം ദേവീം സുഭദ്രാം പൂജയാമ്യഹം. ഏഭിർമന്ത്രേ പൂജനീയ കന്യകാ സർവദാ ബുധേ വസ്ത്രാലങ്കാരണൈർമാല്യർഗന്ധൈരുച്ചാവചൈരവി. ഈ മന്ത്രങ്ങൾ കൊണ്ട് വിദ്വാൻമാർ കന്യകയെ പൂജിക്കണം. വസ്ത്രം, ആഭരണം, മാല, ചന്ദനം തുടങ്ങിയ ഉത്തമ പദാർത്ഥങ്ങൾ നൽകി വേണം പൂജിക്കുവാൻ. ഇങ്ങനെ വ്യാസന്റെ ഉപദേശം സ്വീകരിച്ചു. പണ്ട് ദക്ഷന്റെ യജ്ഞം മുടക്കിയ ഭദ്രകാളി പ്രാദുർഭവിച്ച് അഷ്ടമി ദിവസമായിരുന്നു. നവരാത്രി വിധിയനുസരിച്ച് നിത്യവും പൂജിക്കാൻ കഴിവില്ലെങ്കിൽ അഷ്ടമി ദിവസം വിശേഷാൽ പൂജ നൽകുക. രാജാവെ, നവരാത്രി ദിവസങ്ങളിൽ പൂർണ്ണമായി ഉപാസിക്കാൻ കഴിവില്ലാത്തവർ 3 ദിവസം ഉപാസിക്കുകയാണെങ്കിൽ പോലും യഥാർത്ഥ ഫലത്തിന് അർഹനാവും. സപ്തമി, അഷ്ടമി, നവമി എന്നീ 3 ദിവസം രാത്രിയിൽ ഉപവസിച്ചുകൊണ്ട് ചെയ്യുന്ന ദൈവപൂജ സർവാഭിഷ്ടങ്ങളും നൽകുന്നതാണ്. ദേവീപൂജ, ഹോമം, കുമാരീ പൂജനം, ബ്രാഹ്മണഭോജനം ഈ 4ഉം ചെയ്യുന്നതാകയാൽ അത് പൂർണ്ണമായ നവരാത്ര വ്രതമാകുന്നു പറയുന്നു. ദേവീപൂജ, ഹോമം, കുമാരീ പൂജനം, ബ്രാഹ്മണഭോജനം ഇത് 4ഉം ചെയ്താൽ ദേവി ഉത്തമമായ ഫലം, സമ്പൂർണമായ നവരാത്രി ഭജനത്തിൻ്റെ ഫലം നൽകും. വിദ്യാർത്ഥീവ ധനാർത്ഥീവ പുത്രാർത്ഥീവ ഭവേന്നരാം തേനേദം വിധിവത് കാര്യം വ്രതം സൗഭാഗ്യദം ശിവ. വിദ്യയോ ധനമോ പുത്രനെയോ ആഗ്രഹിക്കുന്ന ആർക്കും ഈ വ്രതം വിധിപൂർവം ചെയ്താൽ വിദ്യാർത്ഥി സർവവിദ്യാം വൈ പ്രാപ്നോന വ്രതസാധനാൻ രാജ്യഭ്രഷ്ടോ നൃപോ രാജ്യം സവാപ്നോതി സർവദാ പൂർവജന്മാനൂനം നകൃതം വ്രതമോത്തമം തേ വ്യാധിനോ ദരിദ്രാച്ച ഭവന്തി പുത്രവർജിതാം. ഈ നവരാത്രി വ്രതം ആരനുഷ്ഠിച്ചാലും അവർക്കെല്ലാം ഉത്തമമായ ഭാഗ്യം ലഭിക്കുന്നതാണ്. ആരാണോ ഇത് അനുഷ്ഠിക്കാത്തത് അവർക്ക് എങ്ങനെ സർവ്വ ഐശ്വര്യങ്ങളും നേടാൻ കഴിയും? രാജാവെ, പണ്ട് കോസല രാജ്യത്ത് നിന്ന് ദീനനും ദരിദ്രനും അത്യന്തം ദുഃഖിതനും ഗൃഹസ്ഥനുമായ ഒരു വൈശ്യൻ ഉണ്ടായിരുന്നു. അയാൾക്ക് അനേകം സന്താനങ്ങളും ഉണ്ടായിരുന്നു. വിശപ്പ് കൊണ്ട് എല്ലാവരും വലഞ്ഞിരുന്നു. അന്യർക്ക് വേണ്ടി വേല ചെയ്ത് വിശന്ന് വളരെ കഷ്ടപ്പെട്ട് അവൻ സ്വന്തം കുടുംബത്തെ പരിപാലിച്ചിരുന്നു. എങ്കിലും ധർമ്മനിഷ്ഠനായ അദ്ദേഹം സദാചാരതൽപരനും സത്യസന്ധനും കോപമില്ലാത്തവനുമായിരുന്നു. പിതൃക്കൾ, ദേവതകൾ, അതിഥികൾ എന്നിവരെ കഴിവിനനുസരിച്ച് നിത്യവും പൂജിച്ചിരുന്നു. പേരുകൊണ്ടും ഗുണങ്ങൾ കൊണ്ടും സുശീലനായ അയാൾ ഇങ്ങനെ കാലം കഴിക്ക് ദാരിദ്ര്യപീഡിതനായി ഒട്ടിയ വയറോടെ ശാന്തനായ ഒരു ബ്രാഹ്മണനോട് ചോദിച്ചു, ബുദ്ധിമാനായ ഹേ ബ്രാഹ്മണ, ദയവായി പറയൂ, എൻ്റെ ദാരിദ്ര്യം ഇല്ലാതാക്കുവാൻ ഏറ്റവും പറ്റിയ വഴി ഏതാണ്? കുട്ടികൾ വിശന്ന് വാവിട്ട് കരയുന്നു. മകളെ കല്യാണം കഴിച്ചയക്കണം. ധനമില്ല. ബ്രാഹ്മണ, അതാണ് എൻ്റെ ദുഃഖം. അങ്ങ് എല്ലാം അറിയുന്നവനാണ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇങ്ങനെ വൈശ്യൻ പറഞ്ഞത് കേട്ട് വ്രതനിഷ്ഠയുള്ള ബ്രാഹ്മണൻ വളരെ സന്തോഷത്തോടുകൂടി അവനോട് പറഞ്ഞു, വൈശ്യവര കുരുഷ്വാദ്യ നവരാത്രോ വ്രതം ശുഭം പൂജനം ഭഗവത്യാശ്ചഹവനം ഭോജനം ദദാ. ദേവീപൂജനവും ബ്രാഹ്മണഭോജവും അനുഷ്ഠിച്ച് ദേവീപൂജ ചെയ്യൂ. വേദപരായണം ശക്തി ജപ ഹോമാധികം ദദാ കുരുഷ്വാദ് യഥാശക്തി തവ കാര്യം ഭവിഷ്യതി. ശ്രേഷ്ഠമായ പരിപാവനമായ നവരാത്രി യജ്ഞം അനുഷ്ഠിക്കൂ. ശത്രുനാശകരമാണ് ഈ വ്രതം. സീതാവിരഹത്തിൽ അത്യന്തം തപ്തനായിരുന്നെങ്കിൽ രാമചന്ദ്രൻ നവരാത്ര വ്രതം കൊണ്ട് ദേവിയെ വിധിയാവണ്ണം
പൂജിച്ചു. അങ്ങനെ മഹാസമുദ്രത്തിൽ സേതു ബന്ധിച്ച് മണ്ഡോദരീനാഥനായ രാവണനെയും മഹാപരാക്രമായ കുംഭകർണനെയും വധിച്ച് വൈദേഹിയെ നേടി രാമൻ നവരാത്രി വ്രതമനുഷ്ഠിച്ച് പൂജിച്ചപ്പോഴാണ് അഷ്ടമി ദിനത്തിൽ ദേവി ദർശനം നൽകിയത്. എല്ലാ ഐശ്വര്യങ്ങളും ശ്രീരാമൻ പ്രദാനം ചെയ്ത് ആ ദുർഗതിനാശിനിയായ ദുർഗാദേവിയാണ്. അതുകൊണ്ട് അങ്ങും നവരാത്ര വ്രതത്തിൻ്റെ മഹാത്മ്യത്തിൽ ഹേ വൈശ്വര്യേ, അതിതേജസ്വിയായ രാമചന്ദ്രൻ ഭൂമിയിൽ സുഖം പ്രാപിച്ചുവെങ്കിൽ അങ്ങയ്ക്കും ഇതുപോലെ പൂജ ചെയ്ത് ദേവിയെ പ്രാപിക്കുവാൻ കഴിയും. വൈശ്യൻ അശേഷം മടിയില്ലാതെ ഭക്തിയോടുകൂടി നവരാത്ര വ്രതനിഷ്ഠനായി ജപിച്ചു. 9 സംവത്സരക്കാലം ആ വത്സ്യൻ മായാബീജമന്ത്രത്തിലൂടെ മുഴുകി ദേവിയെ സ്തുതിച്ചു. 9ാമത്തെ വർഷം നവരാത്രിയുടെ അഷ്ടമദിനത്തിൽ അർദ്ധരാത്രേതു സംജാതേ പ്രത്യക്ഷാ ദർശനം ദദൗ നാനാവരപ്രധാനശ്ച കൃതകൃത്യം ചകാർദം. അർദ്ധരാത്രിയായപ്പോൾ ആ വൈശ്യന് പ്രത്യക്ഷമായ ദർശനം നൽകി അനേക പ്രകാരമുള്ള വരങ്ങൾ നൽകി അവനെ കൃതകൃത്യനാക്കുകയും ചെയ്തു. ദേവിയുടെ ഹ്രീങ്കാര മന്ത്രം കൊണ്ട് ദേവിയെ പൂജിച്ച വൈശ്യനും ദേവിയുടെ നവാക്ഷരീ മന്ത്രം കൊണ്ട് ദേവിയെ പൂജിച്ച ശ്രീരാമനും ദേവിയുടെ ക്ലീംകാര മന്ത്രം കൊണ്ട് ദേവിയെ പൂജിച്ച സുദർശനനും ദേവിയുടെ ഐംകാര മന്ത്രം കൊണ്ട് ദേവിയെ പൂജിച്ച സത്യവ്രതനും മോക്ഷം കൊടുത്ത നവരാത്രി വ്രതം, നവരാത്രി മന്ത്രം, നവരാത്രി വ്രതം, നവരാത്രി ദിവസങ്ങൾ ഭക്ത്യാദരപൂർവം ആദരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ ദേവീ ഭക്തർക്കും നവരാത്രിയുടെ ഉത്തമമായ എല്ലാ ആശംസകളും ദേവീ കൃപാ കടാക്ഷവും നേരുന്നു. സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവിയേ നമഃ. അങ്ങനെ പഞ്ചമസ്കന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. ചതുർത്ഥ സ്കന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. തൃതീയ സ്കന്ധം ഇവിടെ സമാപിക്കുകയാണ്. പിന്നീട് ചതുർത്ഥ സ്കന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ചതുർത്ഥ സ്കന്ധത്തിൽ ശ്രീകൃഷ്ണ അവതാര ഉദ്ദേശ്യം, ശ്രീകൃഷ്ണ അവതാരത്തിനുള്ള കാരണങ്ങൾ ഓരോന്നോരോന്നായി വ്യക്തമായിട്ട് പറഞ്ഞ് ശ്രീകൃഷ്ണ അവതാരം സമ്പൂർണമാകുന്ന അധ്യായമാണ് ചതുർത്ഥ സ്കന്ധം. അതിനുശേഷം പഞ്ചമസ്കന്ധത്തിൽ നവരാത്രി ദേവീ മഹാത്മ്യ വർണ്ണനയാണ് പഞ്ചമസ്കന്ധത്തിൽ. അത് മഹിഷാസുരവർദ്ധനം വരെയാണ് 2ാം ദിവസത്തെ ഭാഗങ്ങൾ. എന്തായാലും തൽക്കാലം ഇവിടെ നിർത്തുന്നു. പിന്നെയും സൗകര്യം പോലെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വീണ്ടും ദേവീചരിതങ്ങൾ പാടാം. എപ്പോഴും ദേവീചരിതങ്ങൾ പാടുന്നതിന് സമയമോ കാലമോ ഒന്നും നോക്കേണ്ടതില്ല. സദാസേവ്യം സദാസേവ്യം ദേവ്യാശ്ചരിതമുത്തമം അമേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവിയേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മേ നാരായണ, എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അമ്മേ അത് എൻ്റെ മാത്രം തെറ്റാണ്. അമ്മയെ കഴിയുള്ളതുപോലെ ഭജിക്കുക എന്ന ഭക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഹങ്കാരം തീണ്ടിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ തന്നെ തെറ്റാണ്. അമ്മ എല്ലാം എന്തെങ്കിലും നന്മ ഇതിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദേവിയുടെ അനുഗ്രഹമാണ്. എൻ്റേതായി ഒന്നുമില്ല, എല്ലാം അമ്മയുടെ കാരുണ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചക്കനക്കാവിലമ്മയുടെ പാതാരവിന്ദത്തിൽ ഇന്നത്തെ ഈ പ്രഭാഷണവും സമർപ്പിക്കുന്നു. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവിയേ നമഃ. ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഓം ശ്രീ ചക്കനക്കാവിലമ്മേ ശരണം. ഓം ശ്രീ പുതിയടത്തമ്മേ ശരണം. ഓം ശ്രീ ചുള്ളപ്പള്ളി കാവിലമ്മേ ശരണം. കൊടുങ്ങല്ലൂർ അമ്മേ ശരണം. ചൊറ്റാനിക്കര അമ്മേ ശരണം. ശ്രീ ലളിതാംബികായേ ശരണം. കാഞ്ചി കാമാക്ഷിയേ ശരണം. അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ.